പ്രധാനപ്പെട്ട സമസ്തയുടെ ഉത്ഭവവും വളർച്ചയും എന്ന് വ്യാഴാഴ്ച രാത്രികളിൽ നമ്മൾ കുറച്ചു ദിവസം പറഞ്ഞ ആ വിഷയം രാത്രികളുടെ അസൗകര്യം കാരണം കുറച്ചു ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ ഈ ഫിഖ് ക്ലാസിന്റെ സമയത്ത് കുറച്ചു ദിവസം അത് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഖുലാസ കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾ ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് കാര്യങ്ങളോട് ഓതാനുള്ള ഓതി തീർക്കുക. ഇന്ന് 2 വിഷയങ്ങളാണ് ഓതാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് കവർച്ച, അട്ടിമറി ശ്രമം, വിപ്ലവം ഒക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ കുഴപ്പവും പ്രശ്നവും ഉണ്ടാക്കുന്ന ആളുകളെ ശിക്ഷിക്കേണ്ട രീതി, അതുപോലെ തന്നെ മദ്യപാനിക്ക് കൊടുക്കേണ്ട ഇസ്ലാമിക ശിക്ഷ. ഇതോടുകൂടി ഹദ്ദിന്റെ ബാബ് അവസാനിക്കും. പിന്നീട് തഹ്സീറാണ് സൂചിപ്പിക്കാനുണ്ടാവുക. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഹദ്ദു ഖാതി ത്വരീഖ്, കൊള്ളക്കാർക്കുള്ള ശിക്ഷ. നമ്മളെ ഇന്ത്യയിലൊക്കെ ചമ്പൽക്കാടുകൾ കേന്ദ്രമാക്കി കുറെ സംഘങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ പഴയ ഫൂലൻ ദേവി ഉൾപ്പെടെയുള്ള കുറെ നേതാക്കന്മാരുടെ ടീമുകളായിക്കൊണ്ട് ഒരുപാട് കൊള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കൊള്ള സംഘം മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ ഉള്ള പ്രദേശത്തെവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടു. അവർ നാട്ടിൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാവുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ചർച്ച. മൻ അഖാഫ സബീല, മനുഷ്യരുടെ സഞ്ചാരത്തിന് ഭീഷണിപ്പെടുത്തിയ ഒരാൾ. വഴി പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ വ്യാപാരാവശ്യാർത്ഥവും മറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൊതുവഴികൾ, റോഡുകൾ, ആ റോഡ് സുരക്ഷിതമല്ലാതെ കൊള്ള സംഘങ്ങൾ ജനങ്ങളെ ഭീതിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. എങ്ങനെ? ബിബുറൂസിഹിന്നാസി, ജനങ്ങൾക്ക് മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു. എന്തിനു വേണ്ടി? അഹ്ലിമാലിൻ, അവരുടെ ധനം കൊള്ള ചെയ്യാൻ, പിടിച്ചെടുക്കുക, പരപ്രയോഗത്തിലൂടെ. അങ്ങനെയാണല്ലോ കൊള്ള സംഘങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. ഔ ഖത്ലിൻ, അതല്ലെങ്കിൽ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട്. ഇപ്പത്തെ എന്താ വാദികൾ, മാവോവാദികളോ എന്തോ വാദികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽപ്പെട്ട തന്നെ. ഔ ഇർഹാബിൻ, അതല്ലെങ്കിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. മുതൽ അടിക്കുന്നൊന്നുമില്ല, ആളെ കൊല്ലുന്നില്ല, പക്ഷേ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, വഴി തടഞ്ഞിട്ടും ആക്രമിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമൊക്കെ. എങ്ങനെ? എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കൊണ്ടല്ല, മുജാഹറത്തൻ, പരസ്യമായിട്ട്. അതായത് ജനങ്ങളുടെ ധനം കൊള്ള ചെയ്യാനോ ആളുകളെ കൊലപ്പെടുത്താനോ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനോ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വഴി ഭീകരമാക്കുക, പേടിപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്ന വ്യക്തി ഫഹുവ ഖാതിഉ ത്വരീഖ്, അവനാണ് കൊള്ളക്കാരൻ എന്ന് സാങ്കേതികമായി പറയുന്നു. അപ്പൊ കൊള്ളക്കാരൻ എന്ന പ്രയോഗം കൊണ്ട്, അഥവാ ഖാതിഉ ത്വരീഖ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ പൈസ, കച്ചവട സാധനങ്ങൾ പോലത്തത് കൊള്ളയടിക്കൽ മാത്രമല്ല, ധനം കൊള്ളയടിക്കുക, ആളെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. പരസ്യമായി ഇവ ചെയ്യുന്ന ആളുകൾക്കാണ് കൊള്ളക്കാർ എന്ന് സാങ്കേതികമായി പറയാം. ഇങ്ങനെ സംഭവിച്ചാൽ എന്തു വേണം? യജിബു അലൽ ഇമാമി, ഭരണാധികാരിയുടെ മേൽ നിർബന്ധമാകും. ത്വലബുഹു, ഇങ്ങനെയുള്ള കൊള്ളക്കാരെ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകളെ അന്വേഷിച്ച് പിടിക്കുക. അതിനു വേണ്ടിയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റാ? പോലീസ് മതിയെങ്കിൽ പോലീസ്, അതല്ല അർദ്ധ സൈനിക വിഭാഗം വേണമെങ്കിൽ അങ്ങനെ.
അതുപോലെങ്കിൽ സാക്ഷാൽ സൈന്യത്തെ തന്നെ ഇറക്കേണ്ടി വന്നാൽ അങ്ങനെ. ഫൈൻ കുബിള, അങ്ങനെ ഈ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഖബല ജിനായത്തിൻ, നേരത്തെ പറഞ്ഞ 3 ധനം അല്ലെങ്കിൽ ദേഹം, ആരെ കൊലപ്പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ ആരുടെയും ധനം കവർച്ച ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഗവൺമെന്റിന്റെ അറസ്റ്റിൽ കുടുങ്ങിയാൽ അവിടെ കോടതി തഅ്സീർ എന്ന നിലക്കുള്ള ശിക്ഷ കൽപ്പിക്കുകയാണ് വേണ്ടത്. അതെന്താവാം? സാമ്പിൾ പറഞ്ഞ ബിനാവിരഫീൻ, ഒരുപക്ഷെ നാട് കടത്തുക, അതല്ലെങ്കിൽ ഹബ്സിൻ, ജയിലിൽ വെക്കുക തുടങ്ങിയ. അതെന്താണോ സാഹചര്യവും സന്ദർഭവും അവസ്ഥയും ഒക്കെ നോക്കിയിട്ട് ഫലപ്രദമെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന നാട് കടത്തലോ ജയിലിൽ വെക്കലോ തുടങ്ങിയ ശിക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. കാരണം എന്താ? ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നതേ ഉള്ളൂ. ആരുടെയും ധനം കവർച്ച ചെയ്തിട്ടില്ല, ആരെയും കൊലപ്പെടുത്തിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെ ജയിലിൽ വെക്കുക അല്ലെങ്കിൽ നാട് കടത്തുക പോലെയുള്ള ശിക്ഷ കൊടുത്താൽ മതി. എന്നാൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് പുറമെ നിസ്വാബൻ, നേരത്തെ പറഞ്ഞ റുബുദ്ദീനാർ, കളവ് കേസിന്റെ അവിടെ പറഞ്ഞില്ലേ, റുബുദ്ദീനാർ ഒരു സ്വർണ്ണ നാണയത്തിന്റെ 4 ഭാഗം വരുന്ന അഥവാ 5 വെള്ളി ദിർഹം വില വരുന്ന വസ്തു ബലപ്രയോഗത്തിലൂടെ കവർച്ച ചെയ്തിട്ടുണ്ടെങ്കിലോ അവിടെ അറസ്റ്റ് ചെയ്താൽ കുത്തിയട്ട് യദുഹുൽ യുംന, വലത് കരം ഛേദിക്കപ്പെടുന്നത് പുറമെ വരിജുലുൽ യുസ്ര, ഇടത് പാദവും ഛേദിക്കപ്പെടണം. അപ്പോ കളവ് കേസിന്റെ ഡബിൾ ശിക്ഷയാണ് കൊടുക്കുന്നത്. അതിന്റെ കാരണം എന്താ? നിസാബിന്റെ സംഖ്യ ഇവൻ കവർച്ച ചെയ്യുകയും ചെയ്തു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് വലത് കരവും ഇടത് പാദവും ഒന്നിച്ചു ഛേദിക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് വൈൻ ഖതല, ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഈ കൊള്ളക്കാര് ആരെങ്കിലും യാത്രക്കാരെ നാട്ടുകാരെ കൊലപ്പെടുത്തുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലോ അവിടെ ഖുതില ഹത്മാ, അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ കൊല്ലപ്പെടൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട നേരത്തെ ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ പോലും ഇവർക്കത് ബാധകമല്ല. മുമ്പ് നമ്മൾ പറഞ്ഞു കൊലക്കുറ്റത്തിന്റെ ശിക്ഷയിൽ ഖിസാസ് എടുക്കേണ്ട അവകാശം മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്കാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാം, വേണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ കൊലക്കുറ്റത്തിന്റെ അവിടെ. പക്ഷേ കൊള്ളക്കാര് ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കേസ് സ്ഥിരപ്പെട്ടാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ മാപ്പ് കൊടുത്തതുകൊണ്ട് മാത്രം കൊള്ളക്കാരനെ കൊലക്കുറ്റത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഖുതില ഹത്മൻ എന്ന് പറഞ്ഞത്. മുമ്പ് കൊലപാതകത്തിന്റെ കുറ്റം പറഞ്ഞുകൊടുത്ത് ഈ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ കൊല്ലാൻ പാടില്ല. കൊള്ളക്കാരവിടെ ബന്ധുക്കളുടെ മാപ്പ് ബാധകമല്ല, അവിടെ കൊല്ലുക തന്നെ വേണം. ഇനി അങ്ങനെയല്ല, വൈനഹദ, ഈ കൊള്ളക്കാരൻ കവർച്ച ചെയ്തിരുന്നെങ്കിൽ നിസ്വാബൻ, നിശ്ചിത തുക എന്ന് പറഞ്ഞാൽ റുബുദ്ദീനാറിൽ കുറയാത്ത സംഖ്യ കവർച്ച ചെയ്യുകയും വഖതല, വഴിയാത്രക്കാരെ കൊലപ്പെടുത്തുകയും കൂടി ചെയ്ത ആളാണെങ്കിലോ അവിടെ ഖുതില, കൊല്ലപ്പെടണമെന്ന് മാത്രമല്ല സുമ്മ സുലിബ സലാസത അയ്യാം, പിന്നീട് 3 ദിവസം ഈ മൃതശരീരം ക്രൂശിക്കണം എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കണം എന്നർത്ഥം. അപ്പൊ എന്താണ്? മുസ്ലിമാണെങ്കിൽ മയ്യിത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യിത്ത് സ്കരിക്കണം, അതൊക്കെ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം പരസ്യമായി കെട്ടിത്തൂക്കണം. 3 ദിവസം വരെ ഈ മയ്യിത്ത് കെട്ടിത്തൂക്കാൻ, മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴെ ഇറക്കി മുസ്ലിം ഖബറിസ്ഥാനിൽ തന്നെ മറുപാടും വേണം, അല്ലാതെ അവിടെ കാലാകാലം വെക്കാൻ പറ്റൂല. അപ്പോ മയ്യിത്ത് കുളിപ്പിക്കുന്നതിൽ നിന്നോ മയ്യിത്ത് സ്കരിക്കുന്നതിൽ നിന്നോ കഫൻ ചെയ്യുന്നതിൽ നിന്നോ മുസ്ലിം ശ്മശാനത്തിൽ മറമാടുന്നതിൽ നിന്നോട്ടോ ഒന്നുമല്ല. പക്ഷേ കൊലപ്പെട്ട് കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് സ്കരിച്ച മയ്യിത്ത് നേരെ കൊണ്ടുപോയി മറമാടാതെ ജനങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ഒരു പൊതുസ്ഥലത്ത് ആ മയ്യിത്ത് 3 ദിവസം വരെ കെട്ടിത്തൂക്കണം. അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
ഇന്നമാ ജസാഉല്ലദീന, നിശ്ചയം ഒരു ജനങ്ങൾക്കുള്ള പ്രതിഫലം, ശിക്ഷ എങ്ങനത്തെ ജനങ്ങളാണ്? യുഹാരിബൂനല്ലാഹ വറസൂലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അവന്റെ റസൂലിനോടും അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ പോകാന്നല്ല. അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നിർദ്ദേശാനുസാരം ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ, അഥവാ ഇസ്ലാമിക ഭരണം നടക്കുന്ന, ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ ആ നിയമങ്ങൾ അതിലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, നിയമം അതിലംഘിച്ചു എന്നതുകൊണ്ട് പരിമിതമല്ല, വയസ്ഔന ഫിൽ അർളി ഫസാദ, അള്ളാഹുവിന്റെ നിയമപ്രകാരം ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള അതാണ് ഇപ്പൊ ഈ കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക, അവരെ കൊലപ്പെടുത്തുക, അവരുടെ ധനം കവർച്ച ചെയ്യുക, ഈ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രതിഫലം അൻയുഖത്തലൂ, അവരെ കൊല്ലപ്പെടലാൻ, ചിലപ്പോ കൊന്നുകാണ്ട് മാത്രം മതിയായി എന്ന് വരും. ഔ യുസല്ലബൂ, അതല്ലെങ്കിൽ ചിലപ്പോൾ അവരെ കൊല്ലപ്പെട്ടതിന് ശേഷം മയ്യിത്ത് ക്രൂശിൽ കെട്ടിത്തൂക്കലാവാം. ഔ തുഖത്ത ഐദീഹിം വ അർജുലുഹും മിൻ ഖിലാഫിൻ, കൈകളും കാലുകളും വിപരീത ദിശയിൽ നിന്നിട്ട് മുറിക്കപ്പെടലാകാം. അതാണ് പറഞ്ഞ ബസ്സിൽ വലത്തെ കൈ ഛേദിക്കുമ്പോൾ തന്നെ ഇടത്തെ പാദവും ഛേദിക്കണം എന്ന് പറഞ്ഞല്ലോ. അതാണ് മിൻ ഖിലാഫിൻ, കൈ വലത്തതാണെങ്കിൽ കാലി ഇടത്തേത്. ഔ യുൻഫൂ മിനൽ അർള്, അതല്ലെങ്കിൽ നാട് കടത്തപ്പെടലാവാം. ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ 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 എന്ന് ബാഹ്യമായി തോന്നുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നല്ല, തിരുസുന്നത്ത് കൊണ്ട് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതാണ്. ഈ ശിക്ഷയിൽ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ, കൊല്ലുകയോ ധനം കവർച്ച ചെയ്യുകയോ ചെയ്യാത്തോടത്താണ് നാട് കടത്ത യുൻഫൂ മിനൽ അർളി എന്ന് പറഞ്ഞ നാട് കടത്തൽ ശിക്ഷ. അതേ സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ധനം കവർച്ച ചെയ്യുകയും ചെയ്തോടത്താണ് കൈക്കാലുകൾ എതിർദിശയിൽ നിന്നിട്ട് മുറിക്കപ്പെടുക എന്ന് പറഞ്ഞത്. പിന്നെ കൊലപ്പെടുത്തുക മാത്രം ചെയ്തിട്ടുള്ളൂ, ധനം കവർന്നിട്ട് ഇല്ല, എന്നാൽ കൊന്നാ മതി. ധനം കവർച്ച ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലുകയും കൊന്നതിന്റെ പുറമെ 3 ദിവസം കെട്ടിത്തൂക്കി ക്രൂശിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞത് തിരുസുന്നത്ത് കൊണ്ട് വിശദീകരിച്ചതാണ്. എല്ലാം ഖുർആൻ പറഞ്ഞതാണ്, പക്ഷെ അതിന്റെ ക്രമം സുന്നത്ത് വിശദീകരിച്ചതാണ്. ദാലിക, ഇങ്ങനെ ശിക്ഷ അവർക്ക് ലഹും, അവർക്ക് ഖിസ്യും ഫി ദുനിയ, ദുന്യാവിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന നിന്ദ്യതയാണ്. എന്നാ അതുകൊണ്ട് കഴിയുന്നില്ല. വലഹും, അവർക്കുണ്ടാവും ഫിൽ ആഖിറതി, നാളെ പരലോകത്ത് അദാബുൻ അദീം, ഭയാനകമായിരിക്കുന്ന ശിക്ഷയും നാളെ പരലോകത്തുണ്ട്. ഇവിടെ തൗബ ചെയ്യാത്തവർക്ക്. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴിച്ച്, മിൻ ഖബ്ലി അൻ തഖ്ദിറു അലൈഹിം, അവരുടെ മേൽ ആവതാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്. തെറ്റങ്ങനെ ചെയ്തു, തെറ്റ് ചെയ്തു, ഗവൺമെന്റ് അന്വേഷണത്തിന് അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചു, അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോക്ക് ഇവൻ തൗബ ചെയ്ത് മടങ്ങി, എന്നാ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഫഅലമു അന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല അധികമായി പുറത്തു കൊടുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു മുസ്ലിം ഗവൺമെന്റ് ഭരിക്കുന്ന നാട്ടിൽ മുസ്ലിംകൾ തന്നെയാണെങ്കിൽ പോലും കൊള്ളക്കിറങ്ങി അങ്ങനെ ധനം കവർച്ച ചെയ്യുകയോ ആളുകളെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ കഠിനമായി മറ്റുള്ളവർക്ക് പാഠമാവുമാറുള്ള ശിക്ഷ കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ ഇപ്പം ഈ എയർപോർട്ടിൽ നിന്നോ സീപോർട്ടിൽ നിന്നോ മയക്കുമരുന്ന് പിടിച്ചാൽ ആ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്ത ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവര് തലവെട്ടുമ്പോ ഓതുന്ന ആയത്താ. ഈ ആയത്ത് എങ്ങനെയാണോ തഫ്സീർ ചെയ്തത് നമുക്കറിയില്ല. മഹാന്മാരായ മുൻഗാമികൾ തഫ്സീർ ചെയ്തതനുസരിച്ച് മുസ്ലിം ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ കീഴിലുള്ള നാട്ടിൽ
ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊള്ളക്കാർ അവർക്കാണ് തലവെട്ടൽ ഈ ആയത്തിലൂടെ അല്ലാഹു തആല പ്രഖ്യാപിച്ചു. അതിന് തന്നെ നിശ്ചിത സാഹചര്യമുണ്ട്. ഏത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ തലവെട്ടാൻ പറ്റൂല, അവരെ ജയിലിൽ വെക്കാനോ നാടെടുത്താനോ പറ്റുള്ളൂ. കവർ ചെയ്ത കയ്യും കാലും മുറിക്കണം. കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊല്ലുകയും ക്രൂശിക്കുകയും വേണം എന്ന നിയമമാണ് മുൻഗാമികളായ ഇമാമിങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഇപ്പോ ഇങ്ങനെ കാണുന്നുണ്ടായി, നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. ആട്ടെ, ഇനി ഹദ്ദു ഷുർബ്, മദ്യപാനത്തിന്റെ ശിക്ഷ. അതുകൂടി പറഞ്ഞാൽ നിശ്ചിത ശിക്ഷ ഇസ്ലാം ശരീഅത്ത് പ്രഖ്യാപിച്ച ഹദ്ദുകൾ കഴിയും. നോക്കാം. കുല്ലു ശറാബിൻ, എല്ലാ തരം പാനീയങ്ങളും. എങ്ങനെയുള്ള പാനീയങ്ങൾ? മുസ്കിരിൻ, ലഹരിയുള്ളതായ, മസ്താക്കുന്ന ലഹരിയുള്ള ഏത് പാനീയവും ഹറുമ തനാവുലുഹു, അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ ഉപയോഗിക്കൽ ഹറാമാണ്. അത് കുറഞ്ഞ ലഹരിയാണെങ്കിലും കടുത്ത ലഹരിയാണെങ്കിലും ഒക്കെ കണക്കന്നെ. ലഹരിയുള്ള മസ്താക്കുന്ന തരത്തിലുള്ള ഏത് പാനീയവും ഉപയോഗിക്കൽ ഹറാമാണ്. എപ്പോ? ബിലാ ദറൂറത്തിൻ, ഒരു അവശ്യഘട്ടത്തിലൊഴികെ, അനിവാര്യമായ ജീവൻ നിലനിർത്താൻ മറ്റു വഴിയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അത് ഹറാമാണ്. ഈ ലഹരി പദാർത്ഥം എന്നത് ഖംറൻ കാന, അത് മുന്തിരി കൊണ്ട് നിർമ്മിച്ച വീഞ്ഞ് അഥവാ മദ്യം ആയാലും, ഔ ഗൈറഹു, ഇനി മുന്തിരി കൊണ്ടല്ലാതെ ലോകത്ത് ഏത് വസ്തു കൊണ്ട് നിർമ്മിച്ച മദ്യങ്ങളാണെങ്കിലും ശരി, പേരതിനെന്ത് പറയുന്നു എന്നോ എന്തുകൊണ്ട് നിർമ്മിച്ചു എന്നോ പ്രശ്നമില്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാമുൻ എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ സഹിയായ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അഥവാ ലഹരി ഉണ്ടാക്കുന്നതൊക്കെ മദ്യമാണ്, മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നമൽ ഖംറു എന്ന് ഖുർആനിൽ പറയുന്ന ഖംറ് എന്ന വാക്കിന് അറബി ഭാഷയിൽ മുന്തിരി കൊണ്ട് നിർമ്മിച്ച കല്ലിനാണ് ഭാഷാപരമായി അങ്ങനെ പറയുക. പക്ഷേ ഹദീസ് എല്ലാ തരത്തിലുള്ള മദ്യങ്ങളെയും ഇതേ വിധി തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വലൂലി തദാവിൻ, അത് ചികിത്സാവശ്യാർത്ഥമാണെങ്കിൽ പോലും ഹറാമാണ്. എന്ന് പറഞ്ഞാൽ വെറും മദ്യം കൊണ്ടുള്ളൊരു ചികിത്സ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ മറ്റ് മരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു നിശ്ചിത അംശം മദ്യം കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള മരുന്നുകളുണ്ട്. ഇപ്പോ നമുക്ക് തന്നെ അറിയാലോ, ഒരുവിധം കുറെ മരുന്നുകളിലൊക്കെ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് മറ്റ് മരുന്ന് അതിന് പറ്റുന്നതില്ലാതിരിക്കുകയോ മറ്റ് മരുന്നുകളെക്കാൾ ഈ മരുന്ന് ഫലപ്രദമാവുകയോ ആണെങ്കിൽ അത് ഉപയോഗിക്കൽ ഹലാലാണ്. എന്നാൽ മരുന്ന് എന്ന നിലക്കാണെങ്കിൽ പോലും വെറും മദ്യം അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അത് ഹറാം തന്നെ. അതുപോലെ തന്നെ ഔലിയ തുഷിൻ, ദാഹത്തിന് വേണ്ടിയാണ്, വെള്ളമൊന്നും കിട്ടിയില്ല, ദാഹം തോന്നി, അപ്പൊ മദ്യം എടുത്തു കുടിച്ചു, അതും ഹറാമാ. എന്നാൽ വെറൂറത്തിന്റെ സമയത്ത് അതിന് വേറെ പറയും. വെറൂറത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇവരെ ജീവൻ അപകടപ്പെടും. ഉദാഹരണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു സാധനം തൊണ്ടയിൽ കെട്ടി, കീപ്പോട്ടും വരുന്നില്ല മേപ്പോട്ടും പോകുന്നില്ല, രണ്ടും വരുന്നില്ല. ഈ നില നിന്ന് പോയാൽ ആള് മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നോക്കിയിട്ട് തുള്ളി വെള്ളം കിട്ടാനില്ല. അപ്പൊ ഒരു കുപ്പി മദ്യം കണ്ടു. ആ മദ്യം വായിലൊഴിച്ചാൽ ചിലപ്പോ കീപ്പോട്ട് അങ്ങോട്ട് ഇറങ്ങും, അതല്ലെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഛർദ്ദിച്ചു പോന്നോളും. രണ്ടാമതൊന്നും അയാളെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഈ സമയത്താണ് വെറുറത്തുകാരൻ. ആ സമയത്ത് ജായിസാണ്. അല്ലാത്ത ഇടത്തോളം ചികിത്സ ആവശ്യത്തിനാവട്ടെ, ദാഹത്തിന് വേണ്ടിയാവട്ടെ, അല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയാവട്ടെ, ഏത് തരത്തിലുള്ള ലഹരി ആവുന്ന മദ്യങ്ങളും അതൊക്കെ ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ ഖംറു,
നിശ്ചയമായും മദ്യവും, വൽ മൈസിറു ചൂതാട്ടം, വൽ അൻസാബു അതുപോലെ തന്നെ പ്രതിഷ്ഠകളും, വൽ അസ്ലാമു ഈ അസ്ത്രങ്ങളിൽ ഭാഗ്യപരിശോധന നടത്തുന്ന ഒരു പരിപാടി ഉണ്ട്. ഇനി എന്താ ചില അസ്ത്രങ്ങള് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട, പിന്നെ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് നറുക്കെടുക്കും. ചില പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ചില മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തി അതിൽ നിന്നൊന്നെടുക്കും. എന്നിട്ട് അതെന്താ പറയുന്നത് അതുപോലെ ചെയ്യാം. അതാണ് അസ്ലാം. ഇതൊക്കെയും രിജ്സുൻ മാലിന്യങ്ങളാണ്, വിശ്വാസപരമായ മാലിന്യങ്ങളാണ്. മാത്രമല്ല മിൻ അമലി ശൈത്താൻ പൈശാചിക പ്രവർത്തനങ്ങളിൽപ്പെട്ടതുമാണ്. നിറയെ പരസ്പരം പല കുഴപ്പങ്ങൾക്കും പല അക്രമങ്ങൾക്കും പല അനാശാസ്യ പ്രവണതകൾക്കും അത് വഴിവെക്കും. അതുകൊണ്ട് ഫജ്തനിബൂഹു ഈ പറയപ്പെട്ട മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകള്, അതുപോലെ തന്നെ ഭാഗ്യപരിശോധനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെടിയുവീൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ വിജയികളാകുന്നതിന് വേണ്ടി. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഇത് വെടിഞ്ഞോളണം. ഇത് വെടിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഇഹത്തിലും പരത്തിലും സമ്പൂർണമായ വിജയം നേടാൻ സാധ്യമല്ല. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നമ്മൾ ഹംറു പറഞ്ഞ മദ്യത്തെ പറ്റിയിട്ടാണ് ചർച്ച. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഖുർആനിൽ ഹംറിനെ പറഞ്ഞിട്ടുള്ളൂ. ഹംറിന് ഭാഷാർത്ഥത്തിൽ മുന്തിരി കൊണ്ടുണ്ടാക്കിയ കള്ളിനാണ് പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കുല്ലു ശറാബിൻ അസ്കറ മസ്തുണ്ടാക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും ഫഹറാം അതൊക്കെയും നിഷിദ്ധങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. റവാഹു ശൈഖാനി. അപ്പോ അതൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു ഹദീസുമായിട്ടും ഒക്കെ പറഞ്ഞ് ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഫമൻ ശരിബഹു ഒരാൾ മദ്യം കഴിച്ചാൽ ആളുബഹു മുസ്ലിമുൻ മുസ്ലിമാണ്, മുക്കല്ലഫുൻ പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവനുമാണ്, മുഖ്താറുൻ സ്വേഷ്ടപ്രകാരം ചെയ്തതും ആണ്. എങ്ങനെ ചെയ്തതാണ്? ആലിമിൻ ബിഹി ഇത് മദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പേച്ചു പിടിച്ചതാണെങ്കിൽ ഇറക്കടില്ല. ഉദാഹരണം, ഇയാള് മരുന്ന് കുടിക്കുന്ന ആളാണ്, അങ്ങനെ ടോണിക് കൊണ്ടുവന്ന് വെച്ചു. ഇനി അവിടെ ഏതോ ഒരു വികൃതി അറിയാതെ ഒരു മദ്യക്കുപ്പിയും കൊണ്ടുവന്ന് വെച്ചു. ഈ സാധുവിനെ പോലത്തെ ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ കഴിയാത്ത ഒരാളാണ്. അപ്പൊ ഒരു കുപ്പി കണ്ടപ്പോ എടുത്തത് മരുന്ന് തന്നെ ഇരിക്കുന്നുള്ളവർക്ക് കുടിച്ചതാണ്. അവിടെ പ്രശ്നമില്ല. മദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് കുടിക്കുന്നു. മാത്രമല്ല ഒബി തഹരീമിഹി ഈ മദ്യം ഹറാമാണ് എന്നും അറിയാം. ഇത് മദ്യമാണെന്നും അറിയാം, മദ്യം കഴിക്കൽ ഹറാമാണെന്നും അറിയാം. അങ്ങനെ കഴിച്ചു. അതിന് എന്തിനു വേണ്ടി കഴിച്ചു? ലിഗൈരി മരുന്നായിട്ട് ചികിത്സാവശ്യാർത്ഥം അല്ലാതെ കഴിച്ചു. ചികിത്സാവശ്യാർത്ഥം കഴിക്കാൻ പാടില്ല, വേറെ വിഷയം. പക്ഷേ ശേഷം പറയുന്ന ഹദ് ശിക്ഷ വരണമെങ്കിൽ അത് ഒഴിവാണെന്നർത്ഥം. അതെന്നെ എങ്ങനെ കഴിച്ചു എന്നോ ഇത് വെറൂറത്തിൻ നിർബന്ധിത ഘട്ടത്തിലല്ലാതെ വേറെ ജീവൻ രക്ഷിക്കാൻ മറ്റു വഴിയില്ലാതെ വന്നപ്പോൾ നിർബന്ധിതമായ കഴിച്ചതല്ല. അപ്പൊ നിർബന്ധിതാവസ്ഥയിൽ കഴിച്ചതല്ല, ചികിത്സാവശ്യാർത്ഥവുമല്ല, ഹറാമാണെന്നും അറിയാം, ഇത് മദ്യമാണെന്നും അറിയാം. ആ നിരക്ക് സ്വേഷ്ടപ്രകാരം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ മദ്യം കഴിച്ചാൽ ലസിമഹുൽ ഹദ്ദു അവനാണ് ശിക്ഷ നിർബന്ധമാകുക. അപ്പോ മുസ്ലിം അല്ലാത്ത ആളോ, മുക്കല്ലഫല്ലാത്ത ബുദ്ധി ഇല്ലാത്തവനോ, അതല്ലെങ്കിൽ കുട്ടികളോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ അറിയാതെ മദ്യമാണെന്ന് മനസ്സിലാക്കാതെയോ, അല്ലെങ്കിൽ പുതുമുസ്ലിമായിരുന്നു മദ്യം കുടിക്കൽ ഹറാമാണെന്നുള്ള കാര്യം അറിയാത്ത ആളാണ്, അല്ലെങ്കിൽ മരുന്ന് എന്നുള്ളവർക്ക് കഴിച്ചു പോയതാണ്, അല്ലെങ്കിൽ വെറുപ്പത്തിൽ കഴിച്ചതാണ്, എന്നാലൊന്നും ശിക്ഷയില്ല. ഈ നിബന്ധനകളൊക്കെ ഒത്തെങ്കിലേ ഹദ്ദുള്ളൂ. പക്ഷേ ഹദ്ദ് വരണമെങ്കിൽ എന്ത് വേണം? കോടതി സ്ഥിരപ്പെടണം. അതെങ്ങനെ? ഇതാ ഖറബിഹി ഇങ്ങനെയുള്ള മദ്യപാനം നടത്തി എന്നതുകൊണ്ട് അവൻ കോടതിയിൽ ഏറ്റുപറഞ്ഞാൽ, കോടതി മുമ്പാകെ ഏറ്റുപറയണം, എന്നാൽ ഓക്കെയാണ്, ശിക്ഷ വരും. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഔഷഹിദ ബിദാലിക റജുലാനി ഈ രീതിയിൽ അവൻ മദ്യപാനം നടത്തുന്നതായി കണ്ടതായിട്ട് രണ്ട് സാക്ഷികൾ സാക്ഷി പറയണം. ഈ രണ്ടാലൊന്നും കൊണ്ടേ കോടതി ശിക്ഷ സ്ഥിരപ്പെടുള്ളൂ. ഒരു പക്ഷേ മദ്യം കുടിച്ച വ്യക്തി തന്നെ വാക്കാൽ സമ്മതിച്ചു ഞാൻ അങ്ങനെ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന്. അതല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ നിശ്ചിത നിബന്ധന പ്രകാരം കോടതിയിൽ സാക്ഷി നിന്നു. ഈ രണ്ടാലൊന്ന് ചെയ്താലാണ്
ശിക്ഷ സ്ഥിരപ്പെടുള്ളൂ. അപ്പൊ ഇനി പറയാം, പിന്നെ വിശദീകരണം. ഫലാഹദ്ദ, മദ്യപാനത്തിന്റെ പേര് ശിക്ഷിക്കാൻ പാടില്ല അലാ കാഫിരിൻ, കാഫിറിന്. അത് അറബിയായ കാഫറായാലും വേണ്ടിയില്ല, ദിമ്മിയായ കാഫറായാലും വേണ്ടിയില്ല. അവൻ ഇസ്ലാം അനുസരിച്ച് എല്ലാം ജീവിച്ചോളണമെന്നൊന്നും ഏറ്റിട്ടില്ല. അതേ സമയത്ത് മുസ്ലിം ഗവൺമെന്റിന്റെ പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ അംഗീകരിക്കാതെ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തിപരമായിട്ടൊരു കുപ്പി കള്ള് വാങ്ങി കൊണ്ടുപോയിട്ട് അവനെ വീട്ടിൽ പോയി കുടിച്ചാൽ അത് മുസ്ലിം ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന സ്വഭാവമൊന്നും ഇതിലില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കാനും പറ്റൂല കാഫിറിനെ. വസബീൻ, കുട്ടികൾ, പ്രായപൂർത്തി എത്താത്തവരുടെ പേരിൽ തക്ലീഫില്ലല്ലോ. അതുകൊണ്ട് കുട്ടി മദ്യപിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ പാടില്ല. മജ്നൂനിൻ, ബുദ്ധിയില്ലാത്തവന്, കാരണം അവനും തക്ലീഫില്ലല്ലോ, ബുദ്ധിയില്ലാത്ത ഭ്രാന്തനാണ്. അതുപോലെ തന്നെ മുക്രഹിൻ, ആരോ പിടിച്ചുവെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കുടിപ്പിച്ചതാണ്, വായിൽ ഒഴിച്ചു കൊടുത്ത് നിർബന്ധിച്ചതാണ്, അവനെയും ശിക്ഷിക്കാൻ പാടില്ല. വജാഹിലിൻ ബികൗനിഹി മുസ്കിറൻ, ഇത് മദ്യമാണെന്ന് അറിയാതെ കുടിച്ചു, എന്നാലും ശിക്ഷയില്ല. വജാഹിലിൻ മഅ്ദൂരിൻ ബിതഹരീമിഹി, മദ്യം ഹറാമാണെന്ന് അറിയാത്ത ജാഹിൽ മഅ്ദൂറാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുതു മുസ്ലിമാണ്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്ന ആളുകളൊന്നും ഇല്ലാത്ത ഏതോ വനം പ്രദേശത്ത് ജീവിച്ച് വളർന്ന മനുഷ്യനാണ്. ഇങ്ങനെ എതിരുള്ള ജാഹിലോ കുടിച്ചാൽ അവർക്കും ശിക്ഷയില്ല. തദാവിൻ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മദ്യം ഉപയോഗിച്ചു, അവന്റെ പേരും ശിക്ഷയില്ല. സംഗതി ഹറാമാണെങ്കിലും ശിക്ഷയില്ല. അവൻ ഹർമത്തദാവിഹി, മദ്യം കൊണ്ട് ചികിത്സിക്കൽ ഹറാമാണ്. നിയമം അങ്ങനെയാണ്. മദ്യം ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ, മദ്യം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. പക്ഷെ ഒരാൾ ചികിത്സാ വിഷയാർത്ഥാണ് അത് ഉപയോഗിച്ചെങ്കിൽ ശിക്ഷ ഉണ്ടാവില്ല. വമുഫ്തരിൻ, മദ്യം കഴിക്കാൻ നിർബന്ധിതമായി, അതുപോലെ കമൻ, ഒരാളെ പോലെ. ലം യജിദ് ഗൈറഹു, മദ്യമല്ലാത്ത മറ്റൊന്നും അവൻ എത്തിച്ചില്ല. ലിഇസാഖത്തിൽ ലുഖമത്തിൻ വസ്സബിഹാ, തൊണ്ടേ കെട്ടി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തൊണ്ടേ കെട്ടിപ്പോയി, അത് കീപ്പോട്ട് ഇറക്കണമെങ്കിൽ വെള്ളം ഒന്നുമില്ല, ആകെ മദ്യമേ ഉള്ളൂ, അത് കഴിച്ചെങ്കിലേ കീപ്പോട്ട് ഇറങ്ങും, ഇല്ലെങ്കിൽ ആള് കാലിയായി പോവും എന്ന് കണ്ടിട്ട് മുഫ്തറായി നിർബന്ധിത അവസ്ഥയിൽ കഴിച്ചാൽ അവിടെയും ശിക്ഷയില്ല. വലാ അലാ മൻ തനാവല മുസ്കിറൻ ജാമിദൻ, പാനീയമല്ലാതെ ജാമിദായ ഉറച്ച തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും ഈ ശിക്ഷയില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ, തഹ്സീർ കൊടുക്കാം. സംഗതി വൈൻ ഹറുമ, ഹറാമ്, മദ്യം കഴിക്കൽ ഹറാമായതുപോലെ മദ്യമല്ലാത്ത മയക്കുമരുന്ന്, കഞ്ചാവ്, ഉമ്മത്തുങ്കായ, കറുപ്പ് പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കൽ ഹറാമാണ്. പക്ഷേ അതിന് ഈ മദ്യത്തിന്റെ ശിക്ഷയല്ല ഉള്ളത്, അതൊക്കെ തഹ്സീർ കോടതി ശിക്ഷിക്കുക വേണ്ടത്. ഉദാഹരണം, അവീൻ അഥവാ കറുപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നു. നേരം വയറുവേദനക്കും മറ്റും ചെറിയ തോതിൽ ഉപയോഗിക്കാറുണ്ട് ഈ അവീൻ, അതുകൊണ്ട് കേടില്ല. എന്നാൽ അത് കൂടുതൽ ഉപയോഗിച്ചാൽ മസ്താക്കുന്ന മയക്കുമരുന്നാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കൽ ഹറാമാണ്. ഹറാമാണ് ഇത് അവൻ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ കോടതി തഹ്സീർ എന്ന നിലക്ക് ശിക്ഷ കൊടുക്കണം. ഹശീഷിൻ, കഞ്ചാവ് പോലെ, കഞ്ചാവും തന്നെ ഒരു ചെടിയാണല്ലോ, ആ ചെടി അത് പുകവലിയേറ്റോ അല്ലാതെയോ എങ്ങനെ ഉപയോഗിച്ചാലും അതൊക്കെ ഹറാമാണ്. പക്ഷേ മദ്യത്തിന്റെ ശിക്ഷ എന്ന നിലക്കുള്ള ഹദ്ദില്ല, അതൊക്കെ കോടതി തഹ്സീർ എന്ന നിലക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഹദ്ദുഹു, മദ്യം കഴിച്ചതിന്റെ ശിക്ഷ എത്രേ? സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ് മദ്യം കഴിച്ചതെങ്കിൽ 40 ജൽദത്തൻ, 40 അടിയാണ്. വലിൽ അബ്ദി, അടിമയാണ് മദ്യം കഴിച്ചതെങ്കിൽ അതിന്റെ പൗതി 20 അടിയാണ്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെ. സ്വതന്ത്രക്ക് 40, അടിമക്ക് 20 അടിയാണ് വേണ്ടത്. എന്നാൽ എങ്ങനെ ശിക്ഷിക്കേണ്ടത്? ഹദ്ദുൽ മർഅത്തു, ശിക്ഷിക്കപ്പെടേണ്ട ഈ സ്ത്രീയെ ശിക്ഷിക്കേണ്ടത് ജാലിസത്തൻ, ഇരുത്തിയിട്ടാണ്. കാരണം അടിയല്ലോടെ കൊള്ളുമ്പോഴേ തട്ടിപ്പടഞ്ഞിട്ട് ഔറത്തൊക്കെ വെളിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടാണ് പെണ്ണിനെ അടിക്കേണ്ടത്. പറഞ്ഞൊരു പുരുഷനാണെങ്കിൽ കായ്മൻ, നിർത്തിയിട്ടാണ് അടിക്കേണ്ടത്. അത് എന്തുകൊണ്ട് അടിക്കാം? ബില്ലൈദി, കൈകളെ കൊണ്ട് അടിക്കാം. വന്യാരി, ചെരുപ്പുകളെ കൊണ്ടടിക്കാം. വാത്രാഫി സിയാബി, വസ്ത്രം ഇങ്ങനെ മെടഞ്ഞിട്ട് തല കെട്ടിയിട്ട് അതുകൊണ്ട് വേണമെങ്കിലും അടിക്കാം. കൊല്ലസ്വാത്തി, ചാട്ടകളെ കൊണ്ട് അടിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒന്നുകൊണ്ട് അടിച്ചാൽ മതി.
യുഫറഖുൽ ജൽദു, ഈ അടിയെ വിട്ടുപിരിക്കണം എന്നല്ല ഈ അവയവങ്ങൾ. എന്തായാലും ഒരുത്തയിൽ തന്നെ അടിക്കാൻ പാടില്ല. കൈക്കും കാലിനും പുറത്തും ഇങ്ങനെ മാറി മാറി അടിക്കേണ്ടതാണ്. എന്നാൽ ഏത് വെച്ചില്ല വജ്ഹ, മുഖത്തടിക്കാൻ പാടില്ല. വൽ മഖാത്തില, അതുപോലെ തന്നെ മർമ്മങ്ങളിലും, മർമ്മത്തിലടിക്കാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല. അല്ലാത്ത ശരീരഭാഗങ്ങളിൽ മാറി മാറി അടിക്കുകയാണ് വേണ്ടത്, ഒരുത്തി തന്നെ അടിക്കാൻ പാടില്ല. ഇപ്പോ കൊലക്കുറ്റത്തിന്റെ ശിക്ഷ, മുർത്തദായതിന്റെ ശിക്ഷ, മോഷണത്തിന്റെ ശിക്ഷ, വ്യഭിചാരത്തിന്റെ ശിക്ഷ, വ്യഭിചാരാരോപണത്തിന്റെ ശിക്ഷ, മോഷണത്തിന്റെ ശിക്ഷ, മദ്യപാനത്തിന് ശിക്ഷ. ഇത്രയും ശിക്ഷകളാണ് ഹദ്ദുകളായി ഇസ്ലാം ശരീഅത്ത് കൽപ്പിച്ചത്. ഇനി മറ്റ് കുറ്റങ്ങൾ വരികയും അത് കോടതിയിൽ എത്തുകയും ചെയ്താൽ കോടതി നടത്തേണ്ട തഅ്സീറുകളെ സംബന്ധിച്ച് ആണ് ഇനി നമുക്ക് ഓതാനുള്ളത്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് ഓതാം. ഇന്ന് മതി. കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയ നിവാരണം, ചോദ്യോത്തരമൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. നേരത്തെ ക്ലാസ് തീരുന്നതുകൊണ്ടേ സാധാരണ കുറെ കഴിഞ്ഞിട്ട് ആളുകൾ 2:30 ആയിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരിക. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ആ സമയമാകുമ്പോക്ക് ഏതാണ്ട് നമ്മളെ ചോദ്യോത്തരത്തിന്റെ 3/4 ഭാഗവും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ ആള് ചോദിക്കാൻ കുറവേക്കാറ്, പിന്നെ ലാസ്റ്റ് നമ്മൾ മതിയാക്കാനാവുമ്പോത്തിന് സാധാരണഗതിയിൽ ആളുകൾ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന സമയം അതാ. അപ്പൊ നിറച്ചാളുണ്ടാവും. അത് നിവർത്തില്ല. ഈ ആഴ്ച കൂടി ഏകദേശം എങ്ങനെയാണ് പോവുക നല്ലത്. 3 മണിക്ക് ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര സെഷൻ അവസാനിക്കും. അതുവരെയുള്ള സമയത്ത് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ വരിക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്തോടെ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഈ കട്ടവനിക്കുള്ള ശിക്ഷ ഇപ്പൊ ആയത്തിൽ പറഞ്ഞതുപോലെ ഇല്ലല്ലദീന താബു മിൻ ഖബ്ലി അൻ തഖ്ദിറു അലൈഹിം, കോടതി അവനെ ഹാജരാക്കി ശിക്ഷയ്ക്ക് വേണ്ടി ശിക്ഷിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, ഞാൻ കട്ടിട്ടെങ്കിൽ ഞാൻ പഠിച്ചവനൊക്കെ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയിൽ പോയി പറഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കാനുള്ള അർഹതയുണ്ടോ എന്നറിയാനാണ്. അല്ല വെറുതെ വിടണോ എന്നാ. അസ്സലാമു അലൈക്കും. എന്ന് പറഞ്ഞാലേ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്നാ. കോടതിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിയാൽ പിന്നെ ഒന്ന് തൗബ ചെയ്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതൊക്കെ അതിന് മുമ്പ് ചെയ്യണം. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങി അവര് പേരിൽ ഈ പറഞ്ഞ ശിക്ഷ നടത്താൻ നിവൃത്തിയില്ല. അതേസമയത്ത് സ്വയം കീഴടങ്ങിയിട്ടോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടോ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു ഇവന്റെ പേരിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ തൗബ ചെയ്തു എന്നതുകൊണ്ട് ശിക്ഷ നടക്കാതിരിക്കൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നല്ലൊരു ക്ലാസ് ആണ് ഉസ്താദേ. ഇവരെ ഹദ്ദ് അടിക്കുമ്പോൾ ചെരുപ്പ് കൊണ്ട് അടിക്കണം എന്നും പറഞ്ഞല്ലോ. അപ്പൊ ചെരുപ്പ് കൊണ്ട് അടിക്കുമ്പോൾ അവരെ ബഹുമാനം, ഇഹ്തറാം നഷ്ടപ്പെടുന്നുണ്ടല്ലോ ഉസ്താദേ. ഇദ്ദേഹം ഒരു ഇഹ്തറാം അല്ലാത്തൊരു വ്യക്തി ആകുന്നുണ്ടോ? ചില തെറ്റുകൾ ചെയ്തു എന്നല്ലാതെ അവൻ ഒരു മുർത്തദ്ദോ മറ്റോ ആയിട്ടല്ല, അല്ലാതെ കളവോ മറ്റോ നടത്തിയ ഒരാളെ ഇങ്ങനെ ചെരുപ്പ് കൊണ്ട്, അതൊരു ഇഹ്തറാം ആകുന്നില്ല ചെരുപ്പ് കൊണ്ട് അടിക്കലും മറ്റേ അടിക്കലും കൊണ്ട്. അതെങ്ങനെയാണ് ഉസ്താദ്, ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വേറൊരു ചോദ്യം കൂടി ഉണ്ട്, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. അസ്സലാമു അലൈക്കും. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോൾ ഇഹ്തറാം, ശിക്ഷയിൽ ഒതുങ്ങിയ ഇഹ്തറാമൊക്കെ ഉണ്ടാവും. ഇവിടെ യഥാർത്ഥത്തിൽ അവരെ മാനം കെടുക്കൽ തന്നെയാണ് ആ അടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പോലെ 40 അടി ഇട്ടുകൊണ്ടൊന്ന് പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അതിനെ ഒരുത്തിയിൽ അടിക്കേണ്ട, പല സ്ഥലങ്ങളിലായി മാറി മാറി അടിക്കണം എന്നൊക്കെ പറയുന്നത്
അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അവനെ ആളിടയിലൊന്ന് മാനം കെടുക്കൽ തന്നെയാണ്. ആ മാനം കെടുക്കുക എന്ന ഉദ്ദേശം പൂർത്തിയാകാൻ ചെരുപ്പ് വളരെ സഹായകവും ആണ്. അതായത് ഈ കള്ള് കുടിച്ചത് സ്വന്തം സമ്മതിക്കുകയോ അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ സാക്ഷി നിൽക്കുകയോ വേണമെന്നാണല്ലോ. ഒരാള് കള്ളുകുടിയനായി തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു റോഡ് സൈഡുണ്ട്, അവൻ കള്ളു കുടിച്ച് വീണിട്ട് അവനെ മുമ്പേ അറിയുന്നതാണ് കള്ളുകുടിയനാണ് എന്നുള്ളത്. ആ നിലക്ക് തന്നെയാണ് അവൻ വീഴൽ. പക്ഷെ ഈ വീണത് കള്ളു കുടിച്ചിട്ടാണോ എന്ന് അറിയാൻ സാധ്യതയില്ല. പക്ഷെ സാധാരണ അങ്ങനെയാണ്. എന്നാൽ അവിടെ സാക്ഷി തന്നെ തെളിയേണ്ടതുണ്ടോ, അല്ല അവന്റെ ഈ പ്രവർത്തനം കൊണ്ട് ശിക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഇല്ല, ശിക്ഷിക്കാൻ പറ്റൂല. കാരണം മദ്യം കഴിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഹജ്ജ് സ്ഥിരപ്പെടൂല. എത്ര ഷർത്ത് പറഞ്ഞാൽ ഷർത്തൊക്കെ ഒത്തുവരണ്ടേ? അറിയാതെ ഓൻ ശരിക്കും മദ്യപിച്ചു എന്ന് വന്നാൽ പോലും ശിക്ഷ വരണമെങ്കിൽ മനഃപൂർവമാണ്, മദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്, ലറൂറത്തിന്റെ സമയത്തിൽ ഉപയോഗിച്ചതല്ല എന്നൊക്കെ സ്ഥിരപ്പെട്ടെങ്കിലേ ശിക്ഷ വരുള്ളൂ. ശിക്ഷ എന്ന് പറയുന്നത് സംശയത്തിന് ആനുകൂല്യം നൽകിക്കൊണ്ടുവരെ ശിക്ഷ ഒഴിവാക്കുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ എവിടെയെങ്കിലും ആള് മസ്തായി വീണ് കിടക്കുന്നു എന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ശിക്ഷിക്കാനോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റുകൊടുത്ത് അവനെ പിടിപ്പിച്ചിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ഒന്നും ഒപ്പില്ല. മനസ്സിലായില്ലേ? ഇയാള് മദ്യപിച്ചു എന്ന് സ്ഥിരപ്പെട്ടാൽ കൂടി പോരല്ലോ. മദ്യപിച്ചത് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും മദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടും ലറൂറത്തിന്റെ അവസരത്തിലല്ല ഉപയോഗിച്ചത്, ചികിത്സാവശ്യാർത്ഥവുമല്ല എന്നൊക്കെ സ്ഥിരപ്പെട്ടെങ്കിലല്ലേ ശിക്ഷ വരുള്ളൂ. അപ്പൊ മദ്യപിച്ചു എന്ന് വന്നാൽ തന്നെ ഇയാൾ വാദിക്കാണ്, ഞാനത് അറിയാതെ മാറിപ്പോയതിനി, ഞാൻ സാധാരണ മരുന്ന് കുടിക്കുന്ന സമയമാണ്, ആ സമയത്ത് മരുന്ന് വെക്കുന്നോടത്ത് ആരോ അബദ്ധത്തിൽ മാറി വെച്ചത് ഞാൻ അറിയാതെ എടുത്ത് കുടിച്ചു പോയതാണ് എന്ന് വാദിച്ചാൽ അയാൾക്ക് ശിക്ഷ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരാൾ മദ്യപാനിയാണെന്ന് അറിയപ്പെട്ടത് കൊണ്ട് അയാള് മസ്തായി വീണ് കിടക്കുന്നു കണ്ടു എന്നതിന്റെ പേരിൽ സാക്ഷി പറയാനോ ശിക്ഷിക്കാനോ ഒന്നും പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ സാക്ഷി പറയുമ്പോൾ വ്യഭിചാരത്തിന് സാക്ഷി നിൽക്കുന്നെങ്കിലോ അല്ലെങ്കിൽ മുലകുടിക്ക് സാക്ഷി നിൽക്കുകയാണെങ്കിലോ അത് കണ്ണുകൊണ്ട് കാണണം. അതുപോലെ വ്യഭിചാരമാണെങ്കിൽ ആൾക്കാർ പറയുന്നത് സുർമ്മക്കുപ്പിയിൽ കോലിട്ടതുപോലെ കാണണം എന്ന്. ഇങ്ങനെ ഇപ്പോൾ ഒരു വ്യഭിചരിക്കുന്ന ഒരാളെ കാണാൻ സാധ്യതയില്ലല്ലോ ഉസ്താദേ. ഇനി അവരുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥ കുപ്പിയും കോലും കാണാൻ സാധ്യതയില്ല. അപ്പൊ ഇതിനെങ്ങനെയാണ് ഉസ്താദെ ഈ സാക്ഷി നിൽക്കേണ്ടത്? ഇപ്പൊ മുലകുടി ബന്ധം പറയുമ്പോൾ ആ മുലകുടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ മുല കുട്ടിയുടെ വായിൽ മാത്രമേ കാണുള്ളൂ. അങ്ങനെ കണ്ടതുപോലെ മതി ഉസ്താദെ? അല്ല ഇതിൽ തമ്മിൽ സാക്ഷി നിൽക്കുമ്പോൾ പ്രത്യേകം ഒന്നും മാനദണ്ഡം ഉണ്ടോ ഉസ്താദെ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വ്യക്തമായി കാണുക തന്നെ വേണം, വേറെ മാർഗമൊന്നും ഇതിനില്ല. അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ 4 സാക്ഷികൾ ഈ പറഞ്ഞതുപോലെ കണ്ടതായി കോടതിയിൽ വാദിച്ച് ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ചരിത്രം മുസ്ലിം ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഈ കാലത്തിനിടയിലൊന്നും മുസ്ലിം ലോകത്ത് വ്യഭിചാരം നടന്നിട്ടില്ല എന്നല്ലല്ലോ. ഈ നിബന്ധന അനുസരിച്ച് കണ്ടെങ്കിൽ മാത്രമേ സാക്ഷി പറയാൻ പാടുള്ളൂ. അങ്ങനെ സാക്ഷി പറഞ്ഞെങ്കിലേ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയും ഉള്ളൂ. അതില് വിട്ട ചോദ്യമല്ല. എനിക്കൊരാളൊരു 1000 രൂപ തരാൻ ഉദാഹരണമാണ്. അങ്ങനെ അയാൾ തരുന്നില്ല. പക്ഷെ അയാളിൽ നിന്ന് ഇങ്ങനെ കൊള്ളസംഖ്യയായിട്ടോ മറ്റോ പിടിച്ചെടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം അയാളടുത്തൊരു 1000 രൂപ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ അയാളെ ആക്രമിച്ച് എനിക്ക് തരാനുള്ള കടം അങ്ങനെ എടുക്കാൻ പറ്റുമോ, അല്ല മറ്റോ കോടതിയായി ബന്ധപ്പെട്ടിട്ടോ അല്ല കമ്മിറ്റിയായി ബന്ധപ്പെട്ടിട്ടോ മേടിക്കാനാ
അവകാശമുള്ളത് എന്താണെന്ന് അറിയാനാണ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ, വേറെ ഉള്ളവരൊക്കെ ഉറങ്ങ, ആരും ഇല്ലല്ലോ. ആരും ഇല്ല, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പോയി തോന്നുന്നു. അയാളെ ബലപ്രയോഗത്തിലൂടെ അയാളിൽ നിന്നിട്ട് പിടിച്ചെടുക്കാൻ വകുപ്പൊന്നുമില്ല. കോടതിയിൽ പോവുക, കേസ് വാദിക്കുക, സാക്ഷി മുഖേന സ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാൾ ഇഖ്റാർ ചെയ്യുകയോ ചെയ്യുക, അങ്ങനെ ഈടാക്കാനേ വകുപ്പുള്ളൂ. ഇനി സാക്ഷിയില്ല, രേഖകൾ നഷ്ടപ്പെട്ടു പോയി, കിട്ടാണ്ട് എന്നുള്ളത് ഉറപ്പാണ്, എന്നാൽ ബലപ്രയോഗത്തിലൂടെ എന്നാലും പിടിച്ചെടുക്കാൻ പാടില്ല. ബലപ്രയോഗത്തിലൂടെ അല്ലാതെ രഹസ്യമായി അതല്ലെങ്കിൽ കളവായി ഒക്കെ തന്റെ അവകാശപ്പെട്ട സംഖ്യ അയാളിൽ നിന്നിട്ട് ഈടാക്കാൻ അനുവാദമുണ്ട്. ഉദാഹരണം, മോഷ്ടിക്കാൻ കഴിയും, പിടിക്കപ്പെടാത്ത നിലക്ക് മോഷ്ടിക്കാൻ കഴിയും, എങ്കിൽ തനിക്ക് കിട്ടാനുള്ള 1000 മോഷ്ടിക്കാം എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് തന്നെ അധികാരമുള്ളൂ, ആ വ്യക്തികൾക്ക് അധികാരമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഈ മുജാഹിദുകള് ഈ നഹ്സിനെ നോക്കുന്നതും അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചും അവർ എതിർക്കുന്നു. അതിനെ എന്താണ് ഉസ്താദേ, നാം എന്ത് നഹ്സ് ഉണ്ടോ? അല്ല, ഖുർആനിൽ ഫി അയ്യാമി നഹ്സാത്തിൻ എന്ന് പറഞ്ഞതിൽ ചില ആൾക്കാരത് ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട് ഉസ്താദെ. അപ്പോൾ ഉദാഹരണം, ഇപ്പം ഞങ്ങൾക്ക് ഇത് ചർച്ച വരാൻ കാരണം, ഒരു വീട് കുടിയാവൽ നടന്നു ഈ മിനിയാന്ന്, ഷാബാൻ മാസം പിറക്കുന്നതിന് മുമ്പ്. അത് റജബിൽ തന്നെ ആവണം, റജബിലാണ് നല്ലത്, പിന്നെ ഷാബാൻ അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലാഹുമ്മ ബാരിക്നാ ഫി റജബിൻ വ ഷാബാൻ എന്ന് പറഞ്ഞതിൽ റജബും ഷാബാനൊക്കെ വർക്കത്തിലുള്ളത് തന്നെയാണ് മനസ്സിലായി. അതുകൊണ്ട് അത് നാം അഭിപ്രായ വ്യത്യാസമുണ്ടോ, അത് നമ്മൾ ചെയ്യേണ്ടത് ഉസ്താദ് നോക്കണോ, അല്ലെങ്കിൽ ഇത് മുജാഹിദിന്റെ ഒരു ആരോപണം മാത്രമാണോ ഉസ്താദ്? ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നഹ്സ് സംബന്ധമായ കാര്യം ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് വിശദമായി നമ്മൾ പറഞ്ഞതാണല്ലോ. ഇനിയിപ്പോ രണ്ടാമത് വീണ്ടും ഇത് ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? നിർത്തി ഞാൻ ദ്വാരക്കുകയാണ്, കാരണം ആരും കാര്യമായിട്ട് ചോദിക്കാനൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന വിഷയമായതുകൊണ്ട് തുടർന്ന് ആവർത്തിക്കാൻ കഴിയില്ല. അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് സമയം കൂടി തുടരും, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തുകയും ചെയ്യും. ആളുകളൊക്കെ ബാക്കില. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാക്കിലായിട്ടല്ലോ ഉസ്താദ്, ഇവിടെ നിസ്കാരത്തിന്റെ സമയം അടുത്ത് അധികം ചോദ്യകർത്താക്കൾ ഉണ്ടാകുന്നത് UAE എന്നാണ്. UAE നിസ്കാരത്തിന്റെ ടൈം അടുത്തോണ്ട് എല്ലാവരും അതിനൊരുങ്ങി പുറപ്പെട്ട സമയമായിരിക്കും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിൽ വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാം. ഈ നിസ്കാരത്തിന് വെള്ളിയാഴ്ച ഖുത്ബ ഓതുമ്പോൾ അല്ലാഹു അദിൽ കൊണ്ട് കൽപ്പിക്കുന്നു എന്നിങ്ങനെ സാരം ഉൾക്കൊള്ളുന്ന ഒരു ആയത്ത് ഖുത്ബയുടെ അവസാനത്തിൽ ഓതി വരാറുണ്ടല്ലോ, അതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ? അങ്ങനെ ചില ഞാൻ എൻ്റെ പള്ളിയിലൊക്കെ ഇമാം അങ്ങനെ ഓതാതെ അവസാനം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുത്ബ അവസാനിപ്പിക്കാറുള്ളത്. അങ്ങനത്തെ നിസ്കാരത്തിൽ അങ്ങനത്തെ നമ്മൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം അല്ലെങ്കിൽ ആ ഖുത്ബ ശരിയാവുമോ എന്ന് കൂടി എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുത്ബയുടെ അവസാനത്തിൽ ഓതുന്ന പതിവ് നടപ്പിലാക്കിയത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അതിന്റെ കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉൾപ്പെടെയുള്ള വലിയ മഹാന്മാരായ ആളുകളെ ഖുത്ബയുടെ അവസാനത്തിൽ ലഅനത്ത് ചെല്ലുക എന്ന് പറയുന്ന
വളരെ നീചവും നികൃഷ്ടവുമായ ഒരു നടപടിക്രമം ഉമവി ഭരണാധികാരികളിൽപ്പെട്ട ചില വിവരദോഷികൾ നടപ്പിലാക്കിയിരുന്നു. അഥവാ മുആവിയ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായി പോയതിനു ശേഷം ഉമവി ഭരണകൂടത്തിൽ വന്ന ഭരണാധികാരികളായ ചില രാജാക്കന്മാർ അഹ്ലു ബൈത്തിനോടും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടുമുള്ള കടുത്ത വിരോധത്തിന്റെ പേരിൽ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പള്ളി ഖത്തീബന്മാരോടൊക്കെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവരുടെ ആളുകളെയും ലഅനത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അങ്ങനെ നിർബന്ധിതരായിക്കൊണ്ട് പള്ളി ഖത്തീബന്മാരൊക്കെ ബഹുമാനപ്പെട്ട ഇമാം അലിയാർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹുവിനെയും അതുപോലെയുള്ള മഹാത്മാക്കളെയും ലഅനത്ത് ചെയ്തിരുന്നു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉമവി ഖലീഫയാണെങ്കിലും അക്കൂട്ടത്തിൽ ഏറ്റവും നല്ല മഹാനും 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ച വലിയ ഇമാമുമായത് കൊണ്ട് അദ്ദേഹം അധികാരമേറ്റെടുത്ത ഉടനെ ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി. മഹാന്മാരായ സ്വഹാബികളും അഹ്ലു ബൈത്തും ഉൾക്കൊള്ളുന്ന മഹാത്മാക്കളെ ഖുത്ബയുടെ അവസാനത്തിൽ ലഅനത്ത് ചെല്ലുന്നത് ഇന്നു മുതൽ പാടില്ലാതെ നിരോധിക്കുകയും ആ സ്ഥാനത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ലഅനത്ത് ചെല്ലുന്നതിന് പകരം അത് ഓതണമെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഓർഡർ ചെയ്യുകയും അത് മുസ്ലിം ലോകം സർവ ഇമാമിയങ്ങളും മദ്ഹബുകളും വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് നിലവിൽ വന്ന ഒരു സുന്നത്താണ്. അപ്പൊ അത് ഓതുന്നത് നല്ലതാണ്. ഒരാൾ ഓതിയില്ല എന്നതുകൊണ്ട് ഖുതുബക്ക് കുഴപ്പമൊന്നും വരൂല. എന്നാൽ ഓതൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയും അന്ന് തുടങ്ങിയിട്ട് മുസ്ലിം ലോകം ഇന്നോളം നിരാക്ഷേപം നടത്തിക്കൊണ്ടുവരികയും ചെയ്ത ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് അത് ചെയ്യുന്നതാണ് നല്ലത്. ചെയ്താൽ സുന്നത്തിന്റെ കൂലി കിട്ടും. എന്നാൽ അത് ചെയ്തില്ല എന്നതുകൊണ്ട് ഖുതുബക്കോ ജുമാക്കോ കുഴപ്പമൊന്നുമില്ല താനും. അത് ആള് കുറവാണ്. ഇനിയിപ്പോ വിഷയം മാറ്റി ചോദിക്കുന്നത് നിസ്കാരത്തിലുള്ള സംശയമാണ്. ഇമാമ് 1-ാം സുജൂദ് ചെയ്തു, 2-ാം സുജൂദ് ചെയ്യാതെ മറന്നിട്ട് അയാള് അടുത്ത റക്അത്തിലേക്ക് നിന്നു. മാമൂമാണെങ്കിൽ നേരത്തെ ഇമാമിൻ്റോട് കൂടെ 1-ാമത്തെ സുജൂദ് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം 2-ാമത്തെ സുജൂദിലേക്ക് ഏതായാലും ഇമാമ് ഏതായാലും നിൽക്കുന്നില്ല, ഇമാമ് നൃത്തത്തിലേക്ക് പോയി. ഇവിടെ മൗമൂമ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. മഹ്മൂമി ഇമാമിനെ തൻബീഹ് ചെയ്യുകയും ചെയ്യുക, ഓൻ 2-ാമത്തെ സുജൂദ് പോവുക. എന്നിട്ട് വേണമെങ്കിൽ 2-ാമത്തെ സുജൂദിൽ ഇമാമിനെ ഇന്തിളാർ ചെയ്യാം. അതല്ലെങ്കിൽ ഇമാമിനെ മുഫാറഖത്ത് ചെയ്തുകൊണ്ട് അവന് അവന്റെ നിസ്കാരം പൂർത്തിയാക്കാം. അങ്ങനെ പൂർത്തിയാക്കിയാൽ ഉദ്റുകൊണ്ട് വിട്ടുപിരിഞ്ഞതായതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നതല്ല. ഏതായാലും ഇടയിലെ ഇരുത്തത്തിൽ ഇമാമിനെ ഇന്തിളാർ ചെയ്യാൻ പാടില്ല. കാരണം ഇടയിലെ ഇരുത്തം ഖസീറായ ഫർളാണ്, അതിനെ ദീർഘിപ്പിക്കാൻ പാടില്ല. അപ്പൊ 2-ാം സുജൂദിലേക്ക് പോവുക. ആ സുജൂദിൽ ഒരു പക്ഷേ ഇന്തിളാർ ചെയ്യുക, അല്ലെങ്കിൽ മുഫാറഖത്ത് ചെയ്തിട്ട് നിസ്കാരം പൂർത്തിയാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ മുദ്ദ് കൊടുക്കണ്ടല്ലോ, ഈ നോമ്പ് കളായാലും അല്ലെങ്കിൽ ഇപ്പൊ ഹൈദ് നിഫാസ് ഉണ്ടാകുമ്പോൾ നോമ്പ് കളായി കഴിഞ്ഞാൽ ഈ മുദ്ദ് കൊടുക്കുമ്പോൾ ഇത് ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ അത് അങ്ങനെ അതിൽ കൂട്ടാൻ കഴിയോ, അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കാനായിട്ട് വേറെ തന്നെ അരി തന്നെ എടുത്ത് കൊടുക്കണോ, അത് അങ്ങനെ ഭക്ഷണം കൊടുത്താൽ മതിയോ, അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന അത് അങ്ങനെ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഭക്ഷണം പാചകം ചെയ്തു കൊടുത്താൽ മതിയാവുന്നതല്ല, ഭക്ഷ്യധാന്യമായി തന്നെ കൊടുക്കൽ ഉജൂബാണ്. മനസ്സിലായോ? കൊടുക്കുമ്പോ അരിയോ ഗോതമ്പോ പോലത്തെ ഭക്ഷ്യധാന്യമേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് വേവിച്ച് ഭക്ഷണമാക്കിയിട്ട് വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാക്കി കൊടുത്തു,
അതുകൊണ്ട് കടം വീടൂല. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പോരാ, ഭക്ഷ്യധാന്യം കൊടുക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കണ്ടല്ലോ ഉസ്താദ്? ശബ്ദം കേൾക്കണല്ലേ? ഹലോ. ആ, പിന്നെ ഉസ്താദ്, എന്നോട് ഒരാള് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് ചോദിച്ചതാണ്. അപ്പോ ചോദിച്ച ചോദ്യം എന്താ വെച്ചാല്, ഈ ഈ ചോദിച്ച ആള് പല രാജ്യങ്ങളിലും ജോലി ചെയ്ത ആളാണ്. അപ്പൊ മൂപ്പര് പറയണേ, ഞാൻ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടൊക്കെ ഖുതുബ പിന്നെ അറബി ഭാഷയിലുള്ളുണ്ട്, പല ഭാഷകളിലുള്ളുണ്ട്. അപ്പോ അവിടുത്തെ ആ ഖുതുബയില് പരാമർശിക്കുന്ന അന്നത്തെ ആ നാടുകളിൽ നടക്കുന്ന പരാമർശമാണ് ഖുതുബയിൽ പറയുന്നത്. അപ്പോ നമ്മളെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോ എന്നോ എഴുതിയച്ച ഒരു ഖുതുബ അത് എന്നും ഇങ്ങനെ ഓതാണ്. അപ്പൊ അതെന്താ അങ്ങനെയെന്നാ ചോദിക്കണത്? അപ്പൊ അതിന് കുഴപ്പമുണ്ടോ? ആ ഖുതുബ ഇതായിട്ട് പരിഗണിക്കപ്പെടുമെന്നൊക്കെ ചോദിക്കണത്. അപ്പൊ എന്താണ് അതിന് മറുപടി പറയേണ്ടത്? ഉസ്താദ് ഒന്ന് വ്യക്തമാക്കി പറഞ്ഞുതരാം. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. ഖുതുബ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അതിനെപ്പറ്റി പറഞ്ഞ് ദിക്റുല്ലാ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അദ്ദിക്ർ എന്നാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ, മീ യൗമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ, നിങ്ങൾ പുറപ്പെടുവീൻ, ഇലാ ദിക്രില്ലാഹ്, ബാങ്ക് വിളിച്ചതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന ദിക്ർ ഖുതുബയാവുന്നു. ഇവിടെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദിക്ർ എന്നത് ഖുതുബയാവുന്നു എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല അതിനെപ്പറ്റി ദിക്റുല്ലാഹ് എന്നാണ് പറഞ്ഞത്, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഇനി ജുമാക്ക് വരുന്നതിനെ പറ്റി വിശദമായി പറഞ്ഞ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാം സായത്തിൽ വന്ന ആളുകൾക്ക് ഒരു ഒട്ടകം അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, രണ്ടാം സായത്തിൽ വന്നവർക്ക് ഒരു മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, മൂന്നാം സായത്തിൽ വന്നവർക്ക് ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, പിന്നെ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, പിന്നെ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലവും എന്ന് പറഞ്ഞതിന് ശേഷം ഫഇദാ സഅദൽ ഖതീബുൽ മിമ്പറ, ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് ഖതീബ് മിമ്പറിൽ വന്നാൽ, തവൗ സുഹുഫഹും, മലായികത്ത് ഈ രേഖപ്പെടുത്തുന്ന പുസ്തകം അടച്ചു വെക്കും. യസ്തമിഊന ദിക്റ, ഖതീബിന്റെ ഖുതുബ കേൾക്കുന്നവരായി അവർ ഏടടച്ചു വെച്ച് ഖുതുബ കേൾക്കാനിരിക്കും. ഇവിടുത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്തമിഊന ദിക്റ എന്നവർ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അപ്പൊ ഈ ഖുതുബ എന്നത് അള്ളാഹുവിന്റെ ദിക്റാവുന്ന ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലീന, ഞാൻ എങ്ങനെ നിസ്കരിച്ച് കാണിച്ചു തന്നോ അതുപോലെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത് അറബിയിൽ ഖുതുബ ഓതി, അറബിയിൽ ബാങ്ക് വിളിച്ച്, അറബിയിൽ നിസ്കരിക്കുന്ന രീതിയാണ്. അത് ലോകത്ത് മശ്രിഖ് മഗ്രിബ് ഇടയിലുള്ള എല്ലാ മുസ്ലിം രാജ്യത്തിലും അത് തന്നെയാണ് നടന്നു വരുന്നത്. എന്നാൽ വിവരം കെട്ട ചില യുക്തിവാദികൾ പൊതുവെ ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്ത വർഗങ്ങളാണ്. എന്താണ്, യുക്തിക്ക് വാദം പിടിച്ച ആളുകളാണ് ഈ യുക്തിവാദികൾ. അങ്ങനെയുള്ള വിവരം കെട്ട ചില യുക്തിവാദികൾ അവിടവിടങ്ങളിലായി ചില പ്രാദേശിക ഭാഷകളിൽ ഖുതുബ എന്ന് തെറ്റിദ്ധരിച്ച് ചില പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതൊരിക്കലും ഖുതുബയല്ല, ദിക്റുല്ല. അതുകൊണ്ട് നിസ്കാരം സഹിയാവൂല. ആ ജുമാ ളുഹ്റുമായി മടക്കി നിസ്കരിക്കൽ വുജൂബാണ്. കാരണം അതിന് ദിക്റുല്ല എന്ന് പറയാൻ പറ്റൂല.
ദിക്റുള്ളാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹും പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത് മുസ്ലിം ലോകം ആചരിച്ചു പോരുന്നതുമായ രീതിയാണ്. അത് കാലികമായത് പറയുന്നവർക്ക് കാലികമായത് പറയാം. ഇസ്ലാമിലെ നിയമം തഖ്വ കൊണ്ട് കൽപ്പിക്കണം എന്നാ. ബാക്കിയൊക്കെ കണക്കാണല്ലോ. ഹംദ്, സ്വലാത്ത്, ഖുർആനോത്ത്, ദുആ അത് എന്നുണ്ട്. പിന്നെ ഇപ്പൊ വേറെ പറഞ്ഞ തഖ്വയല്ലേ, അള്ളാഹുവിന് തഖ്വ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുക എന്ന് പറയുന്നിടത്ത് കാലികമായതാകാം, പരലോക കാര്യങ്ങളാവാം, ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ഒക്കെ ആകാം. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. അത് കാലികം തന്നെ ആയിക്കൊള്ളുന്നെന്താ? ഖിയാമത്ത് നാളിന് ശേഷം, നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഭയാനകമായ അവസ്ഥയെ സംബന്ധിച്ചും വരാൻ പോകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും താക്കീത് ചെയ്യുന്നതായിക്കൂടെ? ഖബറിലും സ്വർഗത്തിലും ലഭിക്കാൻ പോകുന്ന മഹത്തായ നേട്ടങ്ങളെ പറ്റിയാവാം, ഇതിന് കാരണമാവുന്ന സൽക്രമങ്ങളെ പറ്റിയും ദുഷ്കർമ്മങ്ങളെ പറ്റിയുമാവാം. ഇതൊക്കെയല്ലേ തഖ്വ കൊണ്ടുള്ള വസിയത്ത് പറയുന്നത്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം എന്നല്ലാതെ കാലിക വിഷയങ്ങൾ ആവണം എന്ന് ഷർത്ത് ലോകത്തൊരാളും പറഞ്ഞതായി കേട്ടിട്ടില്ല. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ സാഹചര്യത്തിനനുസരിച്ച് തഖ്വ ചെയ്യാം. അത് ബുക്കിൽ എഴുതി പറഞ്ഞാലും വേണ്ടിയില്ല, കടലാസിൽ എഴുതി വായിച്ചാലും വേണ്ടിയില്ല, സ്വന്തമായി ഓതിയാലും വേണ്ടിയില്ല. അതിലൊന്നും വലിയ പ്രസക്തിയില്ല. അതൊക്കെ വിവരമില്ലാതെ ഏതോ മൗലവിമാര് പറഞ്ഞു കൊടുത്തത് പ്രാസം ഒപ്പിച്ച് പറയാനേ ഉള്ളൂ. വിഷയം എന്താന്ന് വെച്ചാൽ ഖുർആനിലും സുന്നത്തിലും ദിക്റുല്ലാ എന്നാണ് അതിനെ പരിചയപ്പെടുത്തിയത്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിലാണ് കാണിച്ചെന്നത്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം എന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വസിയത്ത് ഖബറിനെ പറ്റിയാവാം, പരലോകത്തെ പറ്റിയാവാം, സ്വർഗനരങ്ങളെ പറ്റിയാവാം, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ പറ്റിയാവാം, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ പറ്റിയാവാം, ഒക്കെ ആകാം. അതാണ് ഖുതുബ. അസ്സലാമലൈക്കും. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഈ ഏത് ദിക്കും നമുക്ക് സുജൂദിനെ തീർപ്പിക്കാൻ വേണ്ടി ചെല്ലാൻ പറ്റുമോ? അല്ലാ യാ അല്ലാ എന്നുള്ള ദിക്ർ ചെല്ലാൻ പറ്റുമോ സുജൂദിന് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. സുജൂദ് അള്ളാഹുവിന്റെ ദിക്ർ, ദുആ ഒക്കെ പറ്റും. അറബിയിലാണെന്നുള്ളൂ. ദിക്ർ ആവാം, ദുആ ആകാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും നല്ല ദിക്ർ 11 വട്ടമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ വർദ്ധിപ്പിക്കലാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നത് 11 വട്ടം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ചൊല്ലിയിരുന്ന ഒരു ദിക്റാണ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അത് വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നതാണ് സുജൂദിൽ സാധാരണ അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനി ഹാൽ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക തുടങ്ങിയ ഹദീസുകളിൽ വന്ന ദിക്ർ ഏറ്റവും നല്ലത്. ഇനി ഹദീസിൽ വന്നതല്ലാത്ത ദിക്ർ, ദുആ എന്നിവയും ആവാം. യാ അല്ലാഹ്, യാ റബ്ബി, യാ റഹ്മാൻ, ഇർഹംനി, ഗ്ഫിർലി തുടങ്ങിയ ഒക്കെ ആകാം. പക്ഷേ അറബിയിലാവണം എന്ന് മാത്രം. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ നേരത്തെ ചോദ്യം എന്താന്ന് കേട്ടിട്ടില്ല. ചില ആൾക്കാർ ഈ റേഡിയോയിൽ കേൾക്കുന്ന കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് തന്നെ ചോദിക്കണം. സുജൂദിൽ എന്തെങ്കിലും ഓതാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് നേരത്തെ ചോദിച്ചത്. തസ്ബീഹ് ചെല്ലാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് നേരത്തെ ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞത്. അത് ചില ആൾക്കാർ കേട്ടോ എന്ന് സംശയമുണ്ട്. വളരെ സൗണ്ട് കുറഞ്ഞിട്ടാണ് അയാൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് എനിക്കുള്ള ചോദ്യം, ഇവിടെ ഇത്തിസലാത്തൊക്കെ ഈ ഫോൺ ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൈസ അടച്ചിട്ട് 500 ഫോണാണെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ അടക്കം ഇപ്പൊ 50 അല്ലെങ്കിൽ 100 200 ഇങ്ങനെ വെച്ചിട്ട് അടക്കല്, മാസം അടക്കല്. അപ്പൊ അത് വാങ്ങിക്കാൻ പറ്റോ? അത് വായിച്ചു കഴിഞ്ഞാൽ പലിശയിൽ പെടോ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. ഇസ്തിയാസിന്റെ ചോദ്യമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.
ഒരാൾ ചോദ്യം ചോദിച്ചാൽ മൈക്ക് ആടല്ലേ വേറെ ആളുകൾ മറുപടി പറയാൻ മൈക്ക് എടുക്കുന്നതിന് മുമ്പ് മൈക്ക് ചാടിയാലേ ഇപ്പൊ പണ്ട് മൈക്ക് ചാടികാണ്ട് നിങ്ങളെ എടുക്കാൻ കഴിയുക, പിന്നെ ഡോട്ടിട്ട് ഇറക്കി തന്നെ വേണ്ടി വരും. ഏത് സാധനവും ഇൻസ്റ്റാൾമെന്റ് ആയി വാങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വിൽക്കുന്നതിൽ പലിശയും വരുന്നില്ല. പക്ഷേ വില ഉറപ്പിച്ച് സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. തവണ വ്യവസ്ഥയിലാണെങ്കിൽ തവണയും സംഖ്യയും നേരത്തെ നിർണയിക്കുക എന്ന വ്യവസ്ഥ പാലിച്ചാൽ അതിലൊരു കുഴപ്പം വരാനില്ല. ഉദാഹരണം 2000 രൂപ വില വരുന്ന ഒരു വസ്തു, റെഡി കാശിന് 2000 രൂപ വില വരുന്ന ഒരു വസ്തു 10 ഗഡുക്കളായിട്ട് അടക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ആകെ 2500 വില വരുന്നു. പക്ഷേ 10 ഗഡുക്കളായിട്ട് അടച്ചാൽ മതി, അതിന് കുഴപ്പമെന്താ? ഒരു കുഴപ്പമില്ല. പക്ഷെ വില ആദ്യം മുറിയണം. 2500 റുപ്യക്ക് വിറ്റു, അത് ഞാൻ വാങ്ങി. പക്ഷെ 10 ഗഡുക്കളായിട്ട് 250 രൂപ വീതം അടക്കണം എന്ന് വ്യവസ്ഥിച്ചു. ഒരു കുഴപ്പം പോയില്ലല്ലോ. 500 റുപ്യ ഏറുള്ളതിന് ഒന്നിച്ചു കൊടുക്കണ്ട, 10 ഗഡുക്കളായിട്ട് അടച്ചാൽ മതി എന്നുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ കച്ചവടം മുറിയുകയും വില ഉറക്കുകയും ഗഡുക്കൾ നിർണയിക്കപ്പെടുകയും ഒക്കെ വേണം എന്നത് വ്യവസ്ഥയാണ്. അസ്സലാമലൈക്കും. ഒരു ചോദ്യോടെ ഉസ്താദ്, ഞാൻ പോവാണ്, പോയി വരുമ്പോ തന്നെ ക്ലാസ് ഉണ്ടാവും എന്നറിയാം, നമസ്കാരം കഴിഞ്ഞ് വരുമ്പോ. ഏതായാലും ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. പിന്നെ അനുവദനീയമായ കാരണത്താൽ ഒരാള് ജുമയിൽ പങ്കെടുക്കാതെ ളുഹർ നിസ്കരിക്കുകയും ശേഷം ജുമ കഴിയുന്നതിന് മുമ്പ് അയാൾ പള്ളിയിലെത്തുകയും ചെയ്താൽ അവരുടെ കൂടെ ജുമ നിസ്കരിക്കൽ അയാൾക്ക് നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. അനുവദനീയമായ കാരണത്താൽ അയാൾ ളുഹർ നിസ്കരിച്ചു, പിന്നെ പള്ളിയിൽ വന്നപ്പോൾ ജുമ നടക്കുന്നുണ്ട്, എങ്ങനെ ആ ജുമയിൽ ഇയാൾക്ക് കൂടി നിസ്കരിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിർബന്ധമില്ല, സുന്നത്താ. ഫർദ് നിസ്കാരം ഒരിക്കൽ ജായിസാവുന്ന നിലക്ക് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അതേ വഖത്തിലെ നിസ്കാരം ജമാഅത്തായി ലഭിച്ചാൽ അതിൽ തുടർന്ന് നിസ്കരിക്കൽ സുന്നത്തുണ്ട് ഈ ആയത്ത് എന്നുള്ള ആൾക്ക്, അല്ലാതെ ഫർദില്ല. ഓക്കെ. ഉസ്താദിന്റെ അടുത്ത് ഈ വക്കാലത്ത് നിക്കാഹ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള മസാല പറഞ്ഞിരുന്നു. അന്ന് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇന്നൊരാള് എന്നൊരു വക്കാലത്ത് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വക്കാലത്തിൽ? ഒന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. നിക്കാഹിന്റെ വക്കാലത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇയാള് പറയണം തന്നെ. ആരാണോ വലിയ, ആ വലിയ വാക്കാൽ പറയണം, എന്റെ മകൾ ഇന്നാലിന്ന പെണ്ണിന്റെ പേര് പറഞ്ഞു, ഇന്ന പെണ്ണിനെ ഇന്നാലിന്ന ആളുടെ മകൻ ഇന്ന ആളോട് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിന് ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ വക്കാലത്താക്കി അധികാരപ്പെടുത്തിയ വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്നാണ് എഴുതേണ്ടത്. വക്കാലത്താക്കണ്ടവും പറയേണ്ടത് രണ്ട് സാക്ഷികൾക്കൊക്കെ പറയൽ സുന്നത്താണ്, ഇല്ലാതെ അവൻ വാക്കാൽ പറയൽ വുജൂബുമാണ്. എന്റെ മകൾ ഇന്ന മകളെ ഇന്ന ആളോട് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇന്ന വ്യക്തിയെ ഞാൻ വക്കാലത്താക്കി അധികാരപ്പെടുത്തി എന്ന് വാക്കാൽ പറയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഈ പുതിയ രക്ഷിതാവ് ആരാന്ന് വെച്ചാൽ രക്ഷിതാവ് അയാളുടെ മകളെ പേര് പറഞ്ഞിട്ട് അന്ന മകളെ ഇന്നോടത്ത് ഇന്ന ആളുടെ മകൻ ഇന്ന ആളോട് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്നാലിന് പുതാതെ എന്റെ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ എന്റെ എളാപ്പാനെ അല്ലെങ്കിൽ എന്റെ മകനെ ആളെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളെ ഞാൻ വക്കാലത്താക്കി അധികാരപ്പെടുത്തി എന്ന് പറയാ. ഈ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ട് മഹല്ല് ഖാളി ഖാദിമാർക്ക് എന്നുള്ള പേരിലാണ് കത്ത് എഴുതേണ്ടത്. അതായത് ഈ രക്ഷിതാവിന്റെ
നാട്ടിലെ മഹല്ല് ഏതാണോ ആ മഹല്ല് ഖാദി ഖത്തീബ് അല്ലെങ്കിൽ ഖാദി കാരണവന്മാരുടെ സമക്ഷത്തിങ്കിലേക്ക് പ്രസ്തുത മഹല്ല് നിവാസിയായ ഇന്നോന്റെ മകൻ ഇന്ന ആളെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ മകൾ ഇന്നവളെ ഇന്ന ആളുടെ മകൻ ഇന്ന ആളോട് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ എന്റെ ജ്യേഷ്ഠനായ ഇന്ന ആളോട് ഞാൻ വക്കാലത്താക്കി അധികാരപ്പെടുത്തിയ വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്നിട്ട് 2 സാക്ഷി എഴുതി ഒപ്പിട്ട് ഇയാളും എഴുതി ഒപ്പിട്ട് ഒരു കടലാസ് കൊടുത്തയക്കാം. ഈ കടലാസിന് ഒരു വിലയില്ല കേട്ടോ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ കടലാസ് എന്തിനാന്ന് വെച്ചാല് നാട്ടിലെ മഹല്ല് കമ്മിറ്റിന്റെ വിവാഹ രജിസ്റ്ററിൽ പോലും അവിടെ വെക്കും ഒരു രേഖയായിട്ട്. ഇവിടെ വക്കാലത്താക്കാന്ന് പറഞ്ഞത് ഈ രക്ഷിതാവ് വാക്കാൽ പറഞ്ഞതാണ്. അത് 2 സാക്ഷികൾക്കൊക്കെ പറയൽ സുന്നത്തുമാണ്. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഈ സ്ത്രീകള് സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പറ്റുമോ? കാരണം യുഎയിലൊക്കെ നമ്മൾ കടിയിലേക്ക് വരുമ്പോൾ സ്ത്രീകളൊക്കെ സലാം പറയും. നമ്മൾ മടക്കിയില്ലെങ്കിൽ എന്താ മടക്കാത്തെന്ന് ചോദിച്ചു ചൂടാവും ചെയ്യും. അപ്പൊ സ്ത്രീകള് സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. പിന്നെ ഉസ്താദ് ദുആ ചെയ്യാണ്ട് എന്റെ പെങ്ങളെ കുട്ടിക്ക് പെട്ടെന്ന് സുഖമില്ലായൊരു മാനസിക കണുപ്പുള്ളത്. ഇന്ന് പൊതുപരീക്ഷ ഇതിന്റെ കുട്ടിന് പക്ഷെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വലിയ വിഷമത്തിലാണ്. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ രോഗം പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ മനസ്സിനും ശരീരത്തിനും സമാധാനവും സന്തോഷവും ശാന്തിയും നൽകി ആഫിയത്തും റാഹത്തും നൽകുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടും മറ്റ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫ നൽകി ആഫിയത്തും ഷിഫാവും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ എന്താണെന്ന് ഞാൻ മറന്നുപോയി. കാരണം അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട മനസ്സിനെ തട്ടുന്ന ഒരു വിഷയം വേറെ പറയുമ്പോൾ ഐക്യ ശ്രദ്ധ കൊടുത്ത ആദ്യത്തെ കാര്യം ഓർമ്മ വിട്ടു. ആദ്യത്തെ എന്താന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിലോ ഞാൻ ഇപ്പൊ മൈക്കൂടും ചെയ്യും. സലാം പറയില്ല, അതൊക്കെ എത്ര 1001 ഘട്ടമൊക്കെ അല്ല ഇവിടെ പറഞ്ഞ്. നമ്മളെ സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 1000 വട്ടം നല്ലേക്കാരം ഈ പെണ്ണുങ്ങൾ സലാം പറയുന്നതിനും പെണ്ണുങ്ങളോട് സലാം പറയുന്നതിനൊക്കെ മസല പറഞ്ഞ് ഇങ്ങോട്ട് തയമ്പ് കെട്ടീന്. കേൾക്കണവർക്ക് തന്നെ ഒരു ഐബ് തോന്നുമാർ അത്രയും ആവർത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ വന്ന് കയറുന്ന ആളാണെന്നായിരിക്കും എന്ന് വിചാരിക്കട്ടെ, അതുകൊണ്ടായിരിക്കും അത് കേട്ടിട്ടില്ല എന്നാണ്. ഒരു അന്യ പെണ്ണ് ഒറ്റയ്ക്കൊരു പുരുഷനോട് സലാം പറയൽ ഹറാമാണ്. ഒരു സംഘം ആളുകളുള്ളടത്തേക്കാണെങ്കിൽ പ്രത്യേകം തെറ്റിദ്ധാരണക്ക് വഴിയില്ലെങ്കിൽ ജായിസാണ്. അങ്ങനെ തെറ്റിദ്ധാരണക്ക് വഴിയില്ലാത്ത സാഹചര്യത്തിൽ ഒന്നിലധികം പുരുഷന്മാരുള്ളടത്തേക്ക് ഒരു സ്ത്രീ സലാം പറഞ്ഞാൽ സലാം മടക്കൽ അനുവദനീയമാണ്. അല്ലെങ്കിൽ ഒരു പുരുഷൻ മാത്രമുള്ള സാഹചര്യത്തിൽ ഒരു അന്യ സ്ത്രീ സലാം പറയൽ ഹറാമും മടക്കൽ കറാഹത്തും. പുരുഷൻ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്തും മടക്കൽ സ്ത്രീക്ക് ഹറാമും. അങ്ങനെയാണ്. വിശദമായി മുമ്പ് പലപ്പോഴും പറഞ്ഞതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവിടെ ഉസ്താദ് നേരത്തെ വക്കാലത്തിന്റെ മസല പറഞ്ഞ കൂട്ടത്തിൽ അതിനോടനുബന്ധിച്ചൊരു ചെറിയ വിശദീകരണം ആവശ്യമുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് മൈക്ക ചാടിയത്. ക്ഷമിക്കണം മറ്റുള്ള ആളുകൾ. ഉസ്താദ് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ആ വക്കാലത്തിന്റെ ചോദിച്ച ആള് അത് ഗൾഫിലൊക്കെ വലിയും ഗൾഫില് ഈ പറയപ്പെടുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകളും നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കുന്ന ആള് ആർക്കാണോ അതിന്റെ ഏൽപ്പിക്കുന്ന ആളെങ്കിൽ അയാൾ നാട്ടിലായിരിക്കും. അപ്പോ നാട്ടിലെ കാവലിക്കാരന്മാർ ഇത് കേൾക്കുന്നില്ല, ഏൽപ്പിക്കപ്പെടുന്ന ആളും അത് കേൾക്കുന്നില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ ഈ സാക്ഷികൾ അത് നാട്ടിൽ നേരിട്ട് പോയി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണോ അതോ ഈ കത്ത് മതി? ഉസ്താദിനെ പറഞ്ഞല്ലോ കത്ത് കിനായത്താവുകയുള്ളൂ, കത്ത് ഒരു ഗണിക്കപ്പെടുന്ന തെളിവാവുകയില്ല, അത് കിനായത്ത് മാത്രമാവുകയുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് ഇവർ നേരിട്ട് അവർ നാട്ടിൽ പോയി ബോധിപ്പിക്കണോ
നേരിട്ട് വാക്കാൽ പറയണോ എന്നൊന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ നിക്കാഹ് സഹിയാവണം, നിക്കാഹ് ഇപ്പൊ വക്കാലത്തൊക്കെ സഹിയാവുമ്പോഴല്ലേ പിന്നെ നിക്കാഹും അതുപോലെ തന്നെ നമുക്കത് ഹലാലാവണമല്ലോ. അതോടൊപ്പം തന്നെ ബാവ ഉസ്താദ് മരിച്ചിട്ടുണ്ട്, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന ബാവ ഉസ്താദ് മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പേരിൽ ദ്വാരക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വക്കാലത്ത് ആവാൻ ഒരു രക്ഷിതാവ് അയാളുടെ വാക്കാൽ പറഞ്ഞാൽ വക്കാലത്ത് സഹിയായി. രണ്ടാളുകൾ കേക്ക് പറയണം എന്ന് പറഞ്ഞത് സുന്നത്താണ്. അത് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു കോടതിയിൽ ഈ കേസ് എത്തുകയും ഇയാള് ആ വ്യക്തിയെ വക്കാലത്താക്കിയോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഒരു കേസ് കോടതിയിൽ വരികയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ഇയാള് വക്കാലത്താക്കി എന്നത് കോടതിയിൽ സ്ഥിരപ്പെടുത്തേണ്ടി വരുമ്പോൾ ആവശ്യം വരും സാക്ഷിക്ക്. ആ സാഹചര്യത്തിൽ മാത്രമേ സാക്ഷി പരിഗണിക്കേണ്ടതുള്ളൂ. മറ്റേ ആൾ അറിഞ്ഞാലും വേണ്ടിയില്ല, അറിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും വേണ്ടിയില്ല, വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, കത്തയച്ചാലും വേണ്ടിയില്ല, റേഡിയോയിലൂടെ കേട്ടാലും വേണ്ടിയില്ല, ടെലിവിഷനിലൂടെ കേട്ടാലും വേണ്ടിയില്ല, എങ്ങനെയായാലും വേണ്ടിയില്ല. നിങ്ങൾ ആ പറഞ്ഞ കാര്യം അയാളവിടെ ചെയ്തതും നഫ്സുൽ അംറിനോട് ഒത്താ മതി. അതായത് ഇത് ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, അഖ്ദ് ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് നഫ്സുൽ അംറാണ് നോക്കുന്നത്. നഫ്സുൽ അംറിൽ ഈ വ്യക്തി വക്കാലത്ത് ആക്കി, ഞാൻ എന്റെ മകളെ ഇന്നടത്തിന്നോന്റെ മകനോട് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഇന്ന ആളെ വക്കാലത്താക്കി എന്ന് വാക്കാൽ പറയുമ്പോൾ തന്നെ അയാൾ വക്കാലത്തായി, അയാൾ വക്കീലായി കഴിഞ്ഞു. ഇനി അയാൾ അറിഞ്ഞാലും വേണ്ടിയില്ല, അറിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ആ അറിയാനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് ഈ കത്ത് പരിഗണിക്കാം, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിക്കാഹ് സഹിയാവും. വക്കാലത്ത് സഹിയാകാൻ ഈ വ്യക്തി വാക്കാൽ പറയുകയാണ് ആവശ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത് കേൾക്കുന്നുണ്ടല്ലോ? ഹലോ ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് മിച്ചഭൂമിയായിട്ട് സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, അത് ഇപ്പോഴല്ല, പഴയകാലത്ത് കുറച്ചു മുമ്പായിട്ട് കൂടുതൽ ഭൂമിയുള്ള ആളുകളുടെ പക്കൽ നിന്ന് സർക്കാർ പിടിച്ചെടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനത്തെ ഭൂമി അത് ഇസ്ലാമികമായിട്ട് ഇപ്പോ ഒരാൾക്ക് ഇത്ര ഭൂമിയെ കൈവശം വെക്കാൻ പാടുള്ളൂ എന്ന ഹദ് ഉള്ളതായിട്ട് ഉണ്ടോ ഇല്ല? അങ്ങനെ ഹദ്ദില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭൂമി പിടിച്ചു പറിച്ച് സർക്കാർ സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ അത് സർക്കാരിന് മിൽക്കില്ലാത്തതായതുകൊണ്ട് അത് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആ സ്വീകരിക്കുന്ന ഭൂമിന്റെ വിധി എന്താണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊക്കെ കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഇസ്ലാമും അതുമായിട്ട് അതിനൊരു ബന്ധമില്ല. ദുൽമാണ്. ഒരു മനുഷ്യന് ഇത്ര ഭൂമി അല്ലെങ്കിൽ ഇത്ര സ്വത്തെ സമ്പാദിക്കാൻ പാടുള്ളൂ, ഇത്ര ഭൂമിയെ കൈവശം വെക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇസ്ലാം ശരീഅത്തിൽ എവിടെയും ഇല്ല. ഹലാലായ സമ്പാദ്യത്തിൽപ്പെട്ട എത്ര ഉണ്ടെങ്കിലും അതിന്റെ ഉടമാവകാശം അതിന്റെ ഉടമക്കാരൻ തന്നെയാണ്. അയാളുടെ മനസ്സന്തോഷത്തോടു കൂടി അയാൾ സൗജന്യമായി വിട്ടുകൊടുക്കുകയോ വില വാങ്ങി വിൽക്കുകയോ ചെയ്താലല്ലാതെ മറ്റൊരാൾക്കും അതിൽ കൈവെക്കാൻ അധികാരം ഇസ്ലാം കൊടുത്തിട്ടില്ല. ഗവൺമെന്റിനും ഇല്ല, കുടികിടപ്പുകാർക്കും ഇല്ല, ആർക്കുമില്ല. ഈ രണ്ടിൽ മാർഗേ ഉള്ളൂ. ഒന്നിരിക്കൽ അയാൾ തൃപ്തിപ്പെട്ട് വിലക്ക് വെക്കുക, അതല്ലെങ്കിൽ അയാൾ തൃപ്തിപ്പെട്ട് സൗജന്യം ചെയ്യാം. ഈ രണ്ടാലൊരു നിലക്കല്ലാതെ ഒരാളുടെ ഉടമയിലുള്ള വസ്തു നിയമം നിർമ്മിച്ചുണ്ടാക്കി പിടിച്ചെടുക്കാൻ ഗവൺമെന്റിനോ അത് വിതരണം ചെയ്താൽ അത് സ്വീകരിച്ച് അതിൽ അന്തി ഉറങ്ങാൻ മുസ്ലിമായ മനുഷ്യർക്കോ പാടില്ല. എത്രയുണ്ട് അങ്ങനെ മിച്ചഭൂമി എന്ന പേരും പറഞ്ഞിട്ട് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും അത് എന്നിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക എന്ന പേരിൽ
കൊടുക്കുകയും ചെയ്തിട്ട് അതിൽ വാങ്ങിയാൽ മാസൂമായ ഭൂമിയാണത്. അതിൽ നിസ്കരിച്ചാൽ നിസ്കാരത്തിന് കൂലി കിട്ടൂല. പെണ്ണുങ്ങളൊക്കെ പെരയം തന്നെയാണ് ഈ കാലം നിസ്കരിക്കുക. ഈ കിട്ടിയ സാധുവായ മനുഷ്യരുടെ മുസ്ലിമായിരുന്നു. അയാളുടെ ഭാര്യ പുരുഷനായതുകൊണ്ട് പള്ളിയിൽ പോയിക്കും. അവിടുന്ന് നിസ്കരിച്ച് അവരെ കൂലി കിട്ടൂല. തന്നെയല്ല ആരാന്റെ മാസൂമായ ഭൂമിയിൽ താമസിക്കുക എന്നുള്ള നിലക്ക് എന്നും അയാൾ നരകത്തിൽ നിന്ന് കരകയറാൻ കൂടൂല. ഒരു പക്ഷേ ആ ഉടമക്കാരനെ കണ്ടെത്തിയിട്ട് അയാളോട് പൊരുത്തപ്പെടിക്കുക, അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന വില കൊടുത്തിട്ട് തൃപ്തിപ്പെടിക്കുക. രണ്ടാലൊന്നും ഇല്ലാത്തടത്തോളം കാലം അത് ഹലാലല്ല. ഈ ബിച്ചഭൂമി അതുപോലെ തന്നെ ഭൂനയം എന്നതൊക്കെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രമാണ്. അത് മതങ്ങൾക്കൊക്കെ എതിരാണ്. ഒരു മതവും അതിനെ അംഗീകരിക്കുന്നില്ല. ഏത് മതത്തിനും ഈ രണ്ട് വഴി, ഒന്നിരിക്കൽ ദാനമായിട്ട് സൗജന്യം ചെയ്യണം, അതല്ലെങ്കിൽ വിലക്ക് വിൽക്കണം. അപ്പോഴേ മറ്റൊരാളുടെ മുതൽ ഹലാലാവുള്ളൂ. അത് ഗവൺമെന്റിനാണെങ്കിലും അങ്ങനെ തന്നെ, അല്ലാത്ത വ്യക്തികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. അതില്ലാതെ സ്വന്തം നിയമങ്ങൾ എഴുതി നിർമ്മിച്ചുണ്ടാക്കി അതിനനുസരിച്ച് നിയമങ്ങളും നടപടികളും നടത്തിയാൽ അതുകൊണ്ട് അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാവുകയോ അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാവുകയോ രണ്ടും ചെയ്യാൻ ആർക്കും അധികാരമില്ല. എന്റെ ശബ്ദം ക്ലിയർ ആണ്. നിലയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം മനസ്സിലാക്കിയ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചോദ്യം. എന്റെ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ആരെങ്കിലൊക്കെ അനുസരിച്ചാലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഒന്ന് പോരായിരുന്നു. പെട്ടെന്ന് സമയം വേണ്ട വെച്ചില്ല. കട്ടോ? ഓക്കെ ഞാൻ ആയിക്കോട്ടെ. ക്ലിയറില്ല? ഓക്കെ ഞാൻ ആയിക്കോട്ടെ. മൈക്കൊന്ന് അടിയന്തരമായിട്ട് മാറ്റാനായിരിക്കും അല്ലെ? പണ്ട് അബൂവിശ്വൽ ഇപ്പൊ നാട്ടിലായതുകൊണ്ടല്ലേ. ഞങ്ങള് കുട്ടികൾ പ്രസംഗിച്ച് പഠിച്ചിരുന്ന പണ്ട് കിണ്ടി വർത്താനം പറഞ്ഞിട്ടാ ആ ഒരു ഒച്ചയെ കേൾക്കുള്ളൂ. എന്താണ് പറയണെന്നുള്ളത് തൊള്ളുകൊണ്ട് പറയണ ഒച്ചയല്ല, മൂക്കുകൊണ്ട് പറയണ ഒരു ഒച്ചയെ കേൾക്കുന്നത്. അപ്പൊ മൈക്കിന്റെ തകരാറാണെന്നാ മനസ്സിലാണ്. അപ്പൊ ആ മൈക്ക് മെല്ലെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല മൈക്ക് വാങ്ങുക. അല്ലാതെ എന്താ പറയണതെന്ന് ഒച്ചല്ലോണ്ട്, പക്ഷെ അക്ഷരങ്ങളൊന്നും വെളിവാകുന്നില്ല. കുറത്തിന്റെ ഉള്ളിൽ പ്രസംഗിക്ക് തലട്ട് കിണ്ടി പ്രസംഗിക്കാന്നാണ് പണ്ടതിന് നമ്മളെ അബൂമിശ്വര് പറഞ്ഞ്. ആ കോലത്തിലാണ് അതിന്റെ ഒച്ച കേൾക്കുന്നത്. അക്ഷരങ്ങളൊന്നും വ്യക്തമായി കേൾക്കുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഒരു ചോദ്യമാണ്. പിന്നെ ഒരാൾ ചോദിച്ചതാണ് ഒരു ഇത് വന്നത്. പിന്നെ ഇപ്പോ ഒരു 2 ലക്ഷം റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട് വാടക കിട്ടും. പക്ഷെ അത് ലീസിന് കൊടുക്കാന്നാണല്ലോ അതിന് പറയാ. എനിക്കറിയില്ല, അത് അവരുടെ ചോദ്യത്തിൽ അങ്ങനെയല്ല. അത് ലീസിന് കൊടുക്കാന്നാ പറയുമ്പോൾ അപ്പൊ അത് പിന്നെ അത് തിരിച്ചു കിട്ടുമ്പോൾ ആ കാശ് നമുക്ക് എപ്പോ ആ കാശ് വേണ്ടത് അന്നേരം തിരിച്ചു കിട്ടും. അന്നേരം വീട് ഒഴിഞ്ഞെടുക്കുമ്പോൾ ആ കാശ് തിരിച്ചു കിട്ടും. അപ്പൊ അതിൽ പ്രത്യേക വാടക ഉണ്ടോ ഇല്ലെന്നില്ല അയാൾ ശരിക്കും വ്യക്തമാക്കിയിട്ടില്ല. വാടക ഇല്ലാന്നാ തോന്നുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കുന്നതിൽ വല്ല പ്രശ്നം ഉണ്ടോന്നാണ് ആ ചോദ്യം. പിന്നെ ഒരു ഇത് ഒരു അറിയാൻ വേണ്ടിക്കാണ്, ഇബ്ലീസ് പിന്നെ മൂസാ നബിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ, പിന്നെ തൗബക്ക് വേണ്ടിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു പറയുന്നത് കേട്ടു. അപ്പൊ അത് ശരിക്കും എന്താണ് അതിന്റെ ഇത് എന്ന് അറിയാൻ വേണ്ടിക്കാണ് അതും കൂടി ചോദിക്കുന്നത്. എന്താണ് ലീസിന്റെ പരിപാടി എന്ന് കൃത്യമായിട്ട് നമുക്കും അറിയില്ല. ഒരു സംഖ്യ ഉദാഹരണം 10 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഉദാഹരണം 10,000 വാടക കിട്ടുന്നൊരു ഫ്ലാറ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിന് ഇയാൾ 10 ലക്ഷം രൂപ കൊടുക്കുന്നു അയാൾക്ക്. അങ്ങനെ 5-10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ കൊടുത്ത 10 ലക്ഷം തിരിച്ചു കൊടുക്കുമ്പോൾ ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഈ 10 ലക്ഷം താമസിച്ചതിന് വാടകയില്ല. ഇങ്ങനെയാണെങ്കിൽ അത് കടുത്ത പലിശയാണ്. മുസ്ലിങ്ങൾക്ക് അത് ഹലാലാവുന്നതല്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി മുനാജാത്തിന് പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ച് നിങ്ങൾ അള്ളാഹിനോട് മുനാജാത്തിന് പോവുകയല്ലേ, നിങ്ങൾ റബ്ബിനോട് എന്റെ കാര്യം ഒന്ന് ഷഫാഅത്ത് ചെയ്യണം എന്ന് ഏൽപ്പിച്ചു എന്നും മൂസാ നബി അലൈഹിസ്സലാം റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ സമയത്ത്
റബ്ബിന്റെ മുനാജാത്തിൽ മതി മറന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ മറന്നപ്പോ അള്ളാഹു തആല ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തി എന്നും അങ്ങനെ അള്ളാഹു തആലാനോട് ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ശഫാഅത്ത് ചെയ്തു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ ആദം നബി അലൈഹി സ്വലാമിന്റെ ഖബറിടത്തിൽ അയാളോട് തൗബ സുജൂദ് ചെയ്യാൻ പറയണം, എന്നാൽ അവന്റെ തൗബ ഞാൻ സ്വീകരിക്കും എന്ന് അള്ളാഹു തആല മൂസാ നബിക്ക് വഹി അറിയിക്കുകയും ഈ വിവരം ഇബ്ലീസിനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അറിയിച്ചു എന്നും അത് കേട്ടപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടല്ലേ അദ്ദേഹത്തിന്റെ ഖബറിനെ സുജൂദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ധിക്കാരപൂർവം അവൻ ഒഴിഞ്ഞു മാറി എന്നൊക്കെ ചരിത്രങ്ങളിലും ചില തഫ്സീർ കിതാബുകളിലും ഒക്കെ കാണാം. അത് അപ്പുറം അതിന്റെ ബലാബല പരിശോധനയൊന്നും ഞാൻ നടത്തിയിട്ടില്ല, അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല, ഓർമ്മയിലില്ല. ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് പോവാണ്. ഇനിയിപ്പോ ഒരു എനിക്കൊന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഇല്ല, ക്ലിയർ ഉണ്ടോ? നല്ല ക്ലിയർ ആണെങ്കിൽ മാത്രമേ വിസ്തരിച്ചാൽ ഞാൻ നോക്കിക്കോളൂ. ഉസ്താദ് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അൽഹംദുലില്ലാ. ഉസ്താദ് ഇന്നലെ ഞാന് ഇപ്പൊ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ ഹബിയൊക്കെ ഒന്ന് സഹായിക്കുമ്പോ അത് ചോദിക്കുന്നത് മസൂലുള്ള ആളുകളല്ല. ഉസ്താദ് മസൂലുള്ള ആളുകളാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും മസൂലാണല്ലോ കേൾക്കാൻ വിചാരിച്ചിട്ട് പിന്നെ രണ്ടാം നിർത്തിയില്ല, നമുക്ക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കളാണ് ചോദിക്കുന്നത്. അപ്പൊ അവരോട് നമുക്ക് സത്യം പറയേണ്ടതുണ്ടോ? അതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം ക്ലിയർ ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്ന ദുആവസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതന്നെയാണ് എന്റെ ആൻസർ എങ്കിൽ പറയേണ്ടതില്ല. ഓക്കെ, ഞാൻ എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. വിശദമായി തന്നെ മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനം ഗസാലി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, ഗസാലി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ അതിൽ പെടാത്ത ഏതാ വിഷയം? ഒരു കാര്യം സാധിക്കണമെങ്കിൽ സത്യം പറഞ്ഞാലും സാധിക്കും, കളവ് പറഞ്ഞാലും സാധിക്കും. അങ്ങനത്തെ സ്ഥലത്ത് കളവ് പറയൽ ഹറാമാണ്. ഒരു കാര്യം കളവ് പറഞ്ഞെങ്കിലേ സാധിക്കുള്ളൂ, എന്നാൽ ആ കാര്യം നേടിയേ പറ്റൂ, നേടൽ നിർബന്ധമായ ഒരു കാര്യമാണെങ്കിൽ അവിടെ കളവ് പറയൽ നിർബന്ധമാണ്. ഇല്ല, നിർബന്ധമില്ല, നല്ല കാര്യമാണ്, എന്നാൽ അതിന് വേണ്ടിയിട്ട് കളവ് പറയൽ സുന്നത്താണ്. അല്ല, രണ്ടും കണക്കാണ്, ജായിസാണ്, എന്നാ അതിന് വേണ്ടിയിട്ട് കളവ് പറയൽ ജായിസാണ്. ഹറാമായ കാര്യമാണ്, എന്നാ അതിന് വേണ്ടി കളവ് പറയൽ ഹറാമാണ്. ഇങ്ങനൊക്കെ വിശദമായി പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ, ഒരാള് ചോദിച്ചു നിങ്ങൾക്ക് എന്തേ കിട്ടിയോ, ആരായി ചോദിക്കണോൻ എന്താ പറഞ്ഞേക്ക്. ഒരു കളവ് പറയാന്ന് പറഞ്ഞാലേ, ഒരു കളവ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതിന്റെ നാറ്റം 40 കൊല്ലത്തെ വൈദൂരം വരെ എത്തുന്ന അത്രയും നാറും അള്ളാഹുവിന്റെ മലായിക്കത്തിന്. ഇങ്ങനെ നാറിയ ഈ കളവ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു അധിക തന്ന് നിങ്ങളെ ചങ്ങായിമാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്തേ, പറഞ്ഞില്ലെങ്കിൽ എന്തേ? എന്തിനാണ് കളവ് അറിയണത്? അതിന്റെ പേഴ്സണൽ കാര്യം നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. മസൂലിങ്ങളാവുമ്പോ അങ്ങനെ പറയാൻ പറ്റൂല. മസൂലിങ്ങളാവുമ്പോ അവരോട് അതിന്റെ ഒരു നിലക്കിലേക്കാൻ പറ്റുള്ളൂ. ചങ്ങായിമാര് ചോദിക്കുമ്പോ അതിന്റെ പേഴ്സണൽ കാര്യം നിങ്ങൾ ഇടപെടേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല, അയാളോട് കളവ് പറയാൻ പറ്റൂല. അവിടെ നിന്നു ഈ വിഷയം കളവ് പറഞ്ഞെങ്കിലേ സാധിക്കൂ, സത്യം പറഞ്ഞാൽ പറ്റൂല എന്ന് പറയുന്ന സാഹചര്യത്തിലേ കളവ് പറയാൻ ജായിസാവുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിൽ ഇപ്പൊ കളവ് സത്യം പറഞ്ഞാൽ വല്ല കുഴപ്പം വരും? ഒരു കുഴപ്പം വരൂലല്ലോ. ഉസ്താദെ ഒറ്റ മിനിറ്റ് നിസ്കരിക്കാൻ പോകുന്ന 3 മിനിറ്റുള്ള ഇക്കാമത്ത് കൊടുക്കാൻ ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ വരുമ്പോഴത്തേക്ക് കഴിയും. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ മൂച്ചിക്കൽ അഹ്സനി ഉസ്താദ് ഇപ്പോ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ബഹുമാനപ്പെട്ട ചെറുപ്പ് ഉസ്താദ് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഉമ്മാക്ക് ഷുഗർ പ്രശ്നം സംബന്ധമായി പ്രശ്നമായിട്ട് കോട്ടക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ശേഷം തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ ബ്ലഡ് എന്തോ പ്രശ്നമായിട്ട് ബ്ലഡ് ഡൗൺ ആണ്. അത് കാരണം ഇപ്പോൾ രക്തം 2-3 കുപ്പി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഷിഫാൻ വേണ്ടി അദ്ദേഹം അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ഫോൺ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദിനോട് പറയണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്രശ്നം സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചിരുന്നു 10 മിനിറ്റ് മുമ്പ്.
അപ്പൊ ഇപ്പൊ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്, ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും കല്യാണത്തിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ഡോക്ടറോട് പറഞ്ഞിട്ട് പോകാൻ പുറപ്പെട്ടപ്പോ ഒരിക്കലും പോവരുത്, നിങ്ങൾ തല ചുറ്റി വഴിയിൽ വീഴും എന്ന് പറഞ്ഞപ്പോ കല്യാണത്തിന് പോയിട്ടില്ല. ഇനി വേറെ ദിവസം ചെറുപ്പുസ്താദിനോട് വിളിച്ചിട്ട് പോവാച്ചിട്ട് മുപ്പര് കാത്തിരിക്കുന്നത്. രണ്ടാമത്തത് ഉസ്താദെ, ഇപ്പോ മൈദിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിയുടെ മിണ്ടാമയ്യാത്ത പിന്നെ ഒരു സ്ത്രീ പ്രസവിച്ചു വന്ന കുട്ടി മരണപ്പെട്ടു എന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് കാസർഗോഡ് സംയുക്ത കാളി ബാബു മുസ്ലിം പിന്നെ മരണപ്പെട്ടു എന്നുള്ളത് ആലൂർ ആജിക്ക അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം മൂന്നാം ഉൾപ്പെടുത്തി ഉസ്താദ് ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. നൽകാലം ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പുസ്താദിന്റെ മോള് മുബശ്ശിറ തസ്നീമിന്റെ നിക്കാഹായിരുന്നു, കല്യാണമായിരുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടികളുടെ കുടുംബജീവിതം ഖൈറിലും റാഹത്തിലും ബറക്കത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനും ദുന്യാവിലും ആഖിറത്തിലും ഒത്തൊരുമിച്ച് സ്വർഗത്തിൽ വരെ ഒരുമിച്ച് കൂടാനുമുള്ള സന്തോഷത്തിന്റെ റാഹത്തുള്ള കുടുംബജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നിട്ടും ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ യതീമായ സംസാരശേഷിയില്ലാത്ത മഅദിനിൽ പഠിച്ച ആ കുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു, അതിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടക്ക് അറിയിച്ചിരുന്നു ദുആ ചെയ്യാൻ. ആ കുട്ടി മരിച്ചു എന്നാ കേട്ട. അല്ലാഹു തആല ആ കുട്ടിയുടെ ദർജ ഉയർത്തി കൊടുക്കുകയും ആ കുട്ടി മുഖേന ആ കുട്ടിയുടെ ഉമ്മക്കും വാപ്പക്കും അല്ലാഹു തആല സ്വർഗം നൽകുന്ന ശഫാഅത്ത് ലഭിക്കുന്ന കുട്ടിയാക്കുകയും അത് മുഖേന അവരുടെ പരലോകം രക്ഷപ്പെടാൻ അത് സബബാക്കുകയും ചെയ്യുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറം ബറക്കത്തുമുള്ള കുട്ടികളെ അല്ലാഹു തആല ആ കുടുംബത്തിന് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വഫാത്തായി പോയ എല്ലാവർക്കും അല്ലാഹു തആല, പ്രത്യേകിച്ച് ബാബു മുസ്ലിയാർ അവർക്കും ഒക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ മൂച്ചിക്കൽ ഉസ്താദ്, ഉമ്മാക്ക് സുഖമില്ല, അതിന്റെ പുറമെ അദ്ദേഹത്തിന് എന്തോ പെട്ടെന്നുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട്, ആശുപത്രിയിലാണെന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഹക്ക് കൊണ്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ടും അഹ്ലു ബൈത്തിന്റെയും അസ്ഹാബിന്റെയും ബർക്കത്ത് കൊണ്ടും എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫയും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു റേഡിയോ ശ്രോതാവ്, അദ്ദേഹത്തിന് നിത്താഖാത്ത് സംബന്ധമായി വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി 4444 സലാത്തുനാരിയത്ത് ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാനും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ സ്വലാത്ത് അവരിൽ നിന്നിട്ട് കബൂലാക്കുകയും ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല സാഹിബിന്റെയും ഹഖ് ബർക്കത്ത് കൊണ്ടും എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തും സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. എല്ലാവിധ നിയമ തടസ്സങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഇഷ്കു മദീന ഇന്ന് നാട്ടിൽ പോയി, അല്ലാഹു തആല എല്ലാം റാഹത്തിലും സന്തോഷത്തിലുമാക്കുമാറാകട്ടെ. നല്ലൊരു വിവാഹമൊക്കെ നടന്ന് ഖൈറായ നിലക്ക് കുടുംബജീവിതം നയിക്കാനും ഒക്കെ അല്ലാഹു തആല തൗഫീഖും റാഹത്തും നൽകുമാറാകട്ടെ. അതുപോലെ പ്രയാസം അനുഭവപ്പെടുന്ന വിഷമിക്കുന്ന പലരുമുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ഉള്ള സലാമത്ത് നൽകുമാറാകട്ടെ. പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനും തനാസുല് മാറ്റാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പല തരത്തിലുള്ള തടസ്സങ്ങൾ കാരണം അതൊന്നും സാധിക്കാതെ വളരെ മാനസികമായി വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷമുള്ള റാഹത്തുള്ള ഫത്ഹ് നൽകുമാറാകട്ടെ. പേരെടുത്ത് പറഞ്ഞവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും റാഹത്തും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
وعليكم السلام ورحمة الله وبركاته. جزاكم الله خير الجزاء في الدنيا والآخرة. ആമീൻ യാ റബ്ബ്. അല്ലാഹു തആല രണ്ട് ലോകത്തും ഉസ്താദിന് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഒരുപാട് അറിവില്ലാത്ത സാധാരണക്കാർക്ക് ഒരുപാട് അറിവുകൾ നുകർന്നു തന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി വിനിയോഗിച്ച ഉസ്താദ് അവർക്ക് അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം നൽകുകയും ഇനിയും സുന്നത്തെ ജമാഅത്തിന് വേണ്ടി ഒരുപാട് കാലം ആഫിയത്തോട് കൂടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. ഉസ്താദ് അവറുകൾ മൈക്ക് വിട്ടതായിരിക്കുമെന്ന് കരുതുന്ന ക്ലാസ് നിർത്തിയതാണ് എന്നാണ് ഉസ്താദ് അവറുകൾ അറിയിച്ചത്. അല്പം നേരത്തെ ആണെങ്കിലും ഉസ്താദ് അവറുകൾ ഒരു പക്ഷേ തിരക്കിലായിരിക്കും. ഏതായാലും അൽഹംദുലില്ലാഹ് ഓരോ ദിവസവും ഉസ്താദ്